പ്രിയപ്പെട്ടവരെ, ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. കൃത്യം സമയം 5 മണി ആയിരിക്കുന്നു. പതിവില് വിപരീതമായി കുറച്ച് സമയക്രമം പാലിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. പതിവിൽ വിപരീതമായി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. സാധാരണ എല്ലാവരും ധരിക്കുക 5 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 5:15 എന്നൊക്കെ നമ്മൾ പൊതുവെ ധരിച്ചു വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ധാരണയുടെ പുറത്തല്ല നമ്മൾ നമ്മുടെ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത്. ആം ഐ ഓഡബിൾ? കേൾക്കുന്നെങ്കിൽ എനിക്കൊന്ന് വൈ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എൻ. കേൾക്കുന്നെങ്കിലാണല്ലോ ഇപ്പൊ സ്വാഭാവികമായി ടൈപ്പ് ചെയ്യാൻ പറ്റുക. ഓക്കെ, താങ്ക് യു. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എനിക്ക് 2 സംഗതികൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, MSW അല്ലെങ്കിൽ MA സൈക്കോളജി അല്ലെങ്കിൽ MSc CFT ചെയ്യുന്ന ആരെങ്കിലും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുൻ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇതിന്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത്. ഒരു സെഷൻ മുമ്പെങ്കിലും ഉള്ള MA സൈക്കോളജി, MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, MSW ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കൈ റൈസ് ചെയ്യുക. യെസ്. പേരെന്താണ്? പ്രദീപ് കുമാർ ജി. പ്രദീപ് കുമാർ, ഏതാണ് പ്രോഗ്രാം? ഇല്ല, ഞാനില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, കൈ പൊന്തി നിൽക്കുന്നു. ഓക്കെ. ജാസു ആഷു, അവർ എന്താണ് പേര്? ജാസ്മിൻ. ഏത് ബാച്ചിലായിരുന്നു? MSc കഴിഞ്ഞ ബാച്ചില് അല്ലേ? ഈ വർഷം ജൂലൈ സെഷനിൽ ജോയിൻ ചെയ്തത്. ഞാൻ ചോദിച്ചത് ജൂലൈ സെഷനിലല്ല, അതിന് മുമ്പ് അഡ്മിഷൻ എടുത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാ. MSc CFT, MA സൈക്കോളജി നേരത്തെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഓക്കെ, എന്തായാലും നമ്മളുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മുടെ അഡ്മിന്മാരായിട്ടുള്ള പ്രവർത്തിക്കുന്ന മുൻ സെഷനുകളിലെല്ലാം വളരെ ഗാംഭീര്യത്തോടുകൂടി നമ്മളോടൊപ്പം നിന്നിരുന്ന കുറെ സുഹൃത്തുക്കൾ ഇതിലുണ്ട്. സുഹൃത്തുക്കൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ പലരും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒരാളെ ഞാൻ ചുമതലപ്പെടുത്തുന്നത്, മിസ് ദീപിക മിസ്സിനെ ഞാൻ ചുമതലപ്പെടുത്തുന്നത് ടൈം കീപ്പറായിട്ട്. ഒരാൾക്ക് പരമാവധി 1 മിനിറ്റ് സമയം അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കീപ്പറിനെ നമ്മുടെ അഡ്മിൻ ബഹുമാന്യയായ ദീപിക മിസ്സിനെ ഞാൻ ആദരപൂർവ്വം അവരുടെ സേവനം ക്ഷണിക്കുകയാണ്. മുൻ വർഷത്തെ താങ്ക് യു. മുൻ വർഷത്തെ അനുഭവങ്ങളും അതുപോലെ തന്നെ കുട്ടികളെ ഇപ്പൊ പുതിയതായിട്ട് ഈ ഓറിയന്റേഷൻ വെബിനാറിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജുള ടീച്ചറെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ അവരെ ചുമതലപ്പെടുത്തുകയാണ്. I cordially invite Miss Manjula teacher to gather. Okay, sir. Thank you. Thank you, sir. ഇപ്പൊ പറയാൻ പറ്റുമോ സർ? പറഞ്ഞോളൂ. തുടങ്ങാം. ഓക്കെ സർ. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് ഈവനിങ്. ആൻഡ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. വളരെ ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം മതിയാക്കി. ഓക്കെ, 1 മിനിറ്റ് ആണല്ലോ സമയം അനുവദിച്ചത് അല്ലേ? ഓക്കെ.
നമ്മളുടെ പ്രിയപ്പെട്ട പ്രദീപ് കുമാർ സാർ അവരുകളെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ എംനോട്ട്സ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ട്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാഷെ നമസ്കാരം. പക്ഷെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂരാണ് വീട് തൃശ്ശൂരാണ്. സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ പഠനം പാതി വഴിയില് വിട്ടുപോയതാണ്. അപ്പൊ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഉണ്ടായിരുന്നു. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് മാഷിന്റെ യൂട്യൂബില് മാഷിന്റെ വീഡിയോകൾ കണ്ടത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു മോട്ടിവേഷനായി എനിക്ക്. അപ്പൊ ഞാൻ അതിനെ പറ്റി മാഷിനോട് നേരിട്ട് തന്നെ അന്വേഷിച്ചതും മാഷ് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. ഇപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. BA ഹിസ്റ്ററി ഓണേഴ്സ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നുള്ള വിശ്വാസമുണ്ട്. മാസ്റ്റർ സപ്പോർട്ടും പിന്നെ കൂടെയുള്ള എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു വിജയം കരസ്ഥമാക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാഷ. താങ്ക് യു. വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വെബിനാറിന്റെ പ്രത്യേകത, ആദ്യത്തെ ഒരു 5 മിനിറ്റ് എന്റെ വാക്കുകൾ ചിലപ്പോൾ ചിതറിപ്പോകും. കാരണം ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഇന്റലിജന്റ് എന്നുള്ള നിലക്ക് വരുന്നവരെ ആഡ് ചെയ്യുകയും മറ്റ് 1-2 സാങ്കേതിക വർക്കുകൾ എനിക്ക് ചെയ്യേണ്ടതും കൂടി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കാരണവശാൽ വാക്കുകൾ ഒന്ന് ചിതറിപ്പോവുകയാണെങ്കിൽ തിരിച്ച് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ്. ഓക്കെ. കഴിഞ്ഞ കുറെ വർഷമായി ഒരു 3 കൊല്ലത്തോളം എംനോട്ട്സ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള, ഇഗ്നോയുമായി ബന്ധപ്പെട്ട മുമ്പ് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ സ്റ്റഡി സെന്ററിലൂടെ വളരെ മനോഹരമായ ഇഗ്നോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അതിലെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള കൊണ്ടുവന്ന് ഈ യൂട്യൂബ് ചാനൽ എംനോട്ട്സിലൂടെ യൂട്യൂബ് ചാനൽ വരികയും അതിലൂടെ ഇപ്പൊ ഏകദേശം ഒരു 8000-ൽ കൂടുതൽ കുട്ടികൾ ഉള്ള നല്ല ഒരു ടെലഗ്രാം ചാനലും നമ്മുടെ കൈവശവും 25,000-ന്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു എംനോട്ട്സ് യൂട്യൂബ് ചാനലുമായി ഒരു 2000-ൽ പരം വീഡിയോയില് വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസപരമായ കൈത്താങ്ങുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ എന്റെ ഒരു ശീലം എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്നത്ര ഗുണപ്രദമായ വിദ്യാഭ്യാസം ലീസ്റ്റ് കോസ്റ്റിൽ നൽകുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. ആ ലീസ്റ്റ് കോസ്റ്റില് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ആഗോള അടിസ്ഥാനത്തിൽ, ഞാൻ വെറും ഇന്ത്യയെ മാത്രമല്ല കേരളത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ കുറെ റിസർച്ച് നടത്തുകയും അതിന്റെ പിന്നിൽ അവസാനം മനസ്സിലാക്കുകയും ചെയ്ത ഒരു പ്രധാന സ്ഥാപനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റായി കോഴ്സുകൾ കൊടുക്കുകയും ആ കോഴ്സുകൾ കൊടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക്, കോഴ്സുകൾ ലഭ്യമാകുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും നല്ല കൈത്താങ്ങുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന പ്രോഗ്രാമുകളിൽ, ക്ലാസുകളിൽ, മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വിഭിന്നമായിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സർവീസ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പ്ലാറ്റ്ഫോം നമ്മൾ നിങ്ങളുടെ പരിപൂർണമായ സഹായത്തോടുകൂടി നമ്മൾ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം കൃത്യമായി പറഞ്ഞാൽ മെയ് 1-ാം തീയതി മുതൽ ജൂൺ മാസങ്ങളിലായി നമുക്ക് നല്ല അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയും 3 മാസത്തോളം, ഞാൻ ചില വാക്കുകൾ പറയുന്നതിൽ ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ചിലത് വളരെ അവസാന നിമിഷത്തിലായിരിക്കും ചില വാക്കുകൾ പറയുന്നത്. ഏകദേശം ഇനിയും ഒരു 2-2.5-3 മാസത്തോളം ഒരു നിശ്ചലാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾ നിൽക്കണ്ട എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് 3 മാസം മുമ്പേ ഞാൻ കല്ലെറിയാൻ തുടങ്ങിയിരിക്കുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള ആ കല്ലെറിയലല്ല, വിദ്യ നേടാൻ വേണ്ടി നിങ്ങളാകുന്ന
വെള്ളപ്പറവകളെ, നിങ്ങളാകുന്ന കബോദികളെ, നിങ്ങളാകുന്ന വെള്ളപ്രാവുകളെ വെറുതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാതെ നിങ്ങളുടെ മുകളിൽ ഒരു ചെറിയ അരിമണി കഷ്ണം അല്ലെങ്കിൽ അരിമണി തൂവൽ നിങ്ങളുടെ മുകളിലേക്ക് എറിഞ്ഞ് നിങ്ങളെ ഒന്ന് പറത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സംരംഭമാണ് ജൂലൈ 2023. ഇന്ന് യൂട്യൂബിലൂടെ നിങ്ങൾ ഏതൊന്നിലേക്ക് പോവുകയാണെങ്കിലും വിദ്യാർത്ഥിനികൾക്ക് കരിയർ ഗൈഡൻസ് ഇൻഫർമേഷൻ ഇഗ്നോയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ്. ആദ്യത്തെ ഇപ്പോൾ നടക്കുന്നത് ഈ സീസണില് ജൂലൈ 2023 ആദ്യത്തെ ഓറിയന്റേഷൻ വെബിനാറാണ് എന്നുള്ളത് വളരെ അഭിമാന പുരസ്സരം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷെ ഒരു കാരണവശാലും ദുരഭിമാനമോ അല്ലെങ്കിൽ അഹങ്കാരമോ നമ്മൾ ആകുന്ന പഠിതാക്കൾക്ക്, ഞാനും ഒരു പഠിതാവാണ് എന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളാകുന്ന പഠിതാക്കൾക്ക് ആർക്കും ഒരു അഹങ്കാരവും ഇല്ലാതെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള അർത്ഥത്തില് ആ മഹത്തായ ആപ്തവാക്യത്തില് നമ്മൾ പതുക്കെ മുന്നോട്ട് പോവുകയും നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ശാക്തീകരിക്കുകയും അങ്ങനെ നിങ്ങൾക്കുള്ള വളർച്ച, നിങ്ങൾക്കുള്ള ഉയർച്ച, അങ്ങനെ ഒരു കുടുംബപരമായ ഒരു സന്തോഷം, വ്യക്തിപരമായ ഒരു സമുന്നതി, അതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ, 100-ൽ പരം കുട്ടികൾ ഇന്നത്തെ മീറ്റിംഗിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻസ് തന്നതില് 2 ദിവസമായിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് വെക്കുന്നത് എങ്കിൽ പോലും ഇന്ന് 140-ൽ പരം കുട്ടികൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 62 പേർ, ഞാൻ ഒഴികെ 61 പേർ ഇവിടെ ഈ ലിങ്കിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ പരിപാടികൾ ഒരാളും കൂടി വരുന്നു. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഏകദേശം ഒരു 75-80 ആളുകളുടെ ഒരു സാമൂഹ്യ കൂട്ടായ്മയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സാമൂഹ്യ കൂട്ടായ്മയുടെ മർമ്മപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡി അഥവാ ഗ്രൂപ്പ് ലേണിംഗ് അഥവാ കോ ഓപ്പറേറ്റീവ് സ്റ്റഡി, അതിന് നാന്ദി കുറിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രീതിയിലെ 3 രീതികൾ ഉള്ളതിൽ ഏറ്റവും മർമ്മപ്രധാനമായതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. നമ്മൾ പരമ്പരാഗതമായി കോളേജുകളിൽ നേരിട്ട്, വിദ്യാലയങ്ങളിൽ നേരിട്ട് പോയി പഠിക്കുന്ന ആ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സീറ്റുകൾ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടും അഭൂതപൂർവമായ വളർച്ചയും വികസനവും വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് കേരളക്കരയിൽ ഉള്ളത് കൊണ്ട് അത്രയും വിദ്യാർത്ഥിനികൾക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരു സെറ്റപ്പിനും, ഗവൺമെന്റ് സെറ്റപ്പിന് എയ്ഡഡ് സെറ്റപ്പിനും ഇല്ലാത്തത് കൊണ്ട് അതിനേക്കാൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻഫോർമൽ സിസ്റ്റം തന്നെ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ഇൻഫോർമൽ സിസ്റ്റം, തുല്യതാ പഠന രീതി, സാക്ഷരതാ പരിപാടി എന്നുള്ളതാണ് ഇൻഫോർമൽ സിസ്റ്റം. ഈ 2 എണ്ണത്തിന്റെയും ഇടക്കായി ഒരു നോൺ ഫോർമൽ സിസ്റ്റംസ് എന്നുള്ളതാണ് പാരലൽ സിസ്റ്റം എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. മുതലിയാർ കമ്മീഷനും അതുപോലെ തന്നെ കോത്താരി കമ്മീഷനും എല്ലാം മുമ്പ് പാരലൽ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്ന അത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ മീറ്റിംഗില് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്ന് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നു എങ്കിലും ഇന്ത്യയിലെ അതുപോലെ തന്നെ വിദേശത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പഠിതാക്കൾ ഇന്ന് ഈ യോഗത്തിൽ ഒത്തുചേരുന്നതാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന്റെ തനതായ ഗുണം വിളിച്ചറിയിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല, ആമുഖ പ്രഭാഷണം നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. 2 കാര്യമാണ് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വയസ്സനായ കുട്ടിയാണ്. എന്നിലും എന്റേതായിട്ടുള്ള പിശകുകൾ ഉണ്ടാകാം. അത് സ്വാഭാവികമായും എന്റെ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്തിരി ഒരു സ്വകാര്യ അഹങ്കാരത്തിൽ ഒരു ഗുരുവിന്റെ, ഒരു അധ്യാപകന്റെ ഒരു ചെറിയ ശാസനയോടുകൂടിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളോടൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടാവുക. അതൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി ഒരു അധ്യാപകന്റെ ഒരു
അധ്യാപകന്റെ ഒരു ശൈലിയാണ് എന്ന് മാത്രം പരിഗണിക്കുക. അല്ലാതെ ഒരു അധ്യാപകന്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടർ എന്നൊന്നും ചിന്തിക്കാതെ ഒരു അധ്യാപകൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പരിഗണന അത് ഇത്തിരി ശകാരത്തിന്റെ പരിഗണനയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. എന്റെ മക്കൾ എന്നോടൊപ്പം എങ്ങനെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഇതിലുള്ള എന്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നോ അഡ്മിഷൻ തുടങ്ങിയ ഈ മാസങ്ങളിൽ തന്നെ ആദ്യത്തെ ഓറിയന്റേഷൻ വെബിനാർ നമ്മൾ നടക്കുന്നത് നിങ്ങളിൽ നിന്ന് ഇത് ഇങ്ങനെ വിസ്ഫോടനം ഉണ്ടാകാൻ വേണ്ടി. ഈ സന്ദർഭത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓട്ടോഗ്രാഫിന്റെ വാചകം ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. എനിക്ക് ഒരു ബിരുദൻ എഴുതി തന്ന ഒരു ഫോട്ടോഗ്രാഫിലെ വാചകം നെല്ലിക്ക വട്ടി പൊട്ടിയതുപോലെ കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന്, ചെറുപറ കുട്ടികൾ ഉണ്ടാകട്ടെ എന്നാണ് രസത്തിൽ പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് നെല്ലിക്ക വട്ടി പൊട്ടിയതുപോലെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലാതെ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ ഇന്നത്തെ സന്ദേശം നിങ്ങൾ എല്ലാവരും എത്തിക്കണം. എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 8ാമത്തെ ശ്രേണി എന്ന് പറയുമ്പോൾ വെറും 124 അല്ലെങ്കിൽ 126 മാത്രമേ വരികയുള്ളൂ. പക്ഷേ 8ാമത്തെ ശ്രേണിയിലെ GP എന്ന് പറയുന്നത് കോടികളുടെ മുകളിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. GPയിലെ 8ാമത്തെ ശ്രേണി കോടികളുടെ മുകളിലാണ്. ഇത് 2ാമത്തെ ശ്രേണിയായ താങ്കൾ കോടികളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ആയിരങ്ങളിലേക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ എത്തണം. അതിന് നിങ്ങൾ ഒരു 10 പേരിലേക്ക് വിശേഷങ്ങൾ എത്തണം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ നടക്കുന്ന സർവതോന്മുഖമായ ചർച്ച, എല്ലാ അർത്ഥത്തിലുമുള്ള ചർച്ച നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് കൃത്യമായി ഉൾക്കൊള്ളുകയും എനിക്കിത് ബാധകമല്ല എന്ന് ഒരിക്കലും, എനിക്ക് എന്ന് പറയുന്നത് എനിക്കല്ല, നമ്മൾ ഓരോരുത്തർക്കും എനിക്കിത് ബാധകമല്ല എന്നുള്ള ചിന്ത ഒഴിവാക്കി നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരു ടീമോടുകൂടി, ഒരു ടീം സ്പിരിറ്റോടുകൂടി ഈ പ്രോഗ്രാം കൊണ്ടു നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തുടരെ ഈ വർത്തമാനങ്ങളിൽ എന്റെ നല്ല കൈത്താങ്ങുകൾ, എല്ലായ്പ്പോഴുമുള്ള കൈത്താങ്ങുകൾ നിങ്ങൾക്ക് എന്നും ലഭിച്ചിട്ടുള്ളതുപോലെ ഇനിയും നിങ്ങൾക്ക് കൈത്താങ്ങുകൾ ലഭിക്കും. അതിൽ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങളില്ല. ചർച്ചയുടെ ഇടയിൽ കയറി ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ തരും. ഞാൻ ഇപ്പോൾ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട അഡ്മിന്മാർ, എന്താണ് ഈ കോ അഡ്മിൻ എന്ന് കുറേയായി പറയുന്നല്ലോ, മനസ്സിലാകാത്തവർ ഇതിന്റെ അകത്തുണ്ട്. ഇതിന്റെ അകത്ത് അഡ്മിനായി പ്രവർത്തിക്കേണ്ട ഒരുപാട് കുട്ടികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ഇതിന്റെ അകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട അഡ്മിന്മാർ എന്താണ്, അവരുടെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എന്റെ അഡ്മിന്മാരിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റേൺഷിപ്പില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദീപിക മിസ്സിന് ഒരിക്കൽ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചു. ഇപ്പോൾ ഞാൻ അവരെ 2 വാക്ക് പറയാനും അവർക്ക് ഈ എംനോട്ട്സ് പ്ലാറ്റ്ഫോറത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്നുള്ളത് ഉദ്ബോധിപ്പിക്കാനും ആദരപൂർവ്വം ഞാൻ അവരെ ക്ഷണിക്കുന്നു. അവരുടെ വർത്തമാനത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരുടെയും എന്തൊക്കെയാണോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രശ്നങ്ങൾ എന്നുള്ളത് ഓരോരുത്തരും 1 മിനിറ്റിൽ താഴെ സമയമെടുത്ത് ചോദ്യവും ഉത്തരവുമായി പറയേണ്ടതാണ്. ചിലത് ഒന്നിച്ച് ക്ലബ് ചെയ്ത് ഞാൻ ഉത്തരം താങ്കൾക്ക് എല്ലാവർക്കും നൽകും. ചിലത് അപ്പോൾ തന്നെ തരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്ദർഭമനുസരിച്ച്, സാഹചര്യമനുസരിച്ച് ഞാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും താങ്കൾക്ക് നൽകും എന്നുള്ളത് അറിയിക്കുന്നു. ആദരപൂർവ്വം ഞാൻ ദീപിക മിസ്സിനെ അവരുടെ വാക്കുകൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. യെസ് ദീപിക മിസ്. ചിലപ്പോൾ ലൈൻ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഈ ഓഡിയോന്റെ ഇടയിൽ ഉണ്ടാകാം കേട്ടോ. യെസ് മിസ് ദീപിക. അവരില്ല, ഇടക്ക് പോയി എന്ന് തോന്നുന്നു. പെട്ടെന്ന് ചിലപ്പോൾ ലൈൻ കിട്ടില്ല, അവരിപ്പോ വിദേശത്താണ്. ഓക്കെ, മിസ് അലീന ജോയ് ഒരു 2 വാക്ക് ഒന്ന് പറയൂ. നമുക്ക് ആരെങ്കിലും വേണമല്ലോ, എന്റെ നാട്ടുകാർ തന്നെ ഒന്ന് ആയിക്കോട്ടെ. അലീന ജോയ് ഒരു 2 വാക്ക് ഒന്ന് പറയൂ. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഐ കോർഡിലി ഇൻവൈറ്റിംഗ് മിസ് അലീന ജോയ്.
Good evening, sir. ഗുഡ് ഈവനിങ്. Out of the blue വിളിച്ചുകൊണ്ട് എന്താ പറയണ്ടെന്ന് ഒരു ഐഡിയയും ഇല്ല. ആകെ 2-3 കോഴ്സിൽ കൂടെ ഉള്ള ഒരു കണക്ഷൻ ആണ് സാർ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് എനിക്ക് അഡ്മിഷൻ ഇഗ്നോനെ പറ്റി ഭയങ്കരമായ ഡൗട്ട്. ഒബിയസ്ലി ഞാനിതുവരെ ഡിസ്റ്റൻസ് ലേണിംഗ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെതായ ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് ഫസ്റ്റ് സർവീസ് ചെയ്തുകൊണ്ടായിരിക്കാം എങ്ങനെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെ എക്സാംസ് നടക്കുക, എങ്ങനെ ഹൗ ടു സ്റ്റഡി. ആൻഡ് ഐ സ്റ്റിൽ ഡു ഹാവ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ്. ബട്ട് ഐ ഗെസ് ഇറ്റ് വിൽ ബി ഓക്കെ. സാറിനുള്ള കോണ്ടാക്റ്റും അതുപോലെ എല്ലാം ക്ലാസ്സസ് ഒക്കെ മെല്ലെ മെല്ലെ കിട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ബുക്സ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു ബീയിങ് എ ഗ്രാജുവേറ്റ് ഫ്രം IGNOU. And I hope you lead me the path ahead, and thank you. താങ്ക് യു. ദെൻ ആർക്കെങ്കിലും എന്തെങ്കിലും യെസ്, മിസ് ദീപിക വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി. മിസ് ദീപിക ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളുടെ അടുത്ത പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് എന്നുള്ളതിന്റെ ഒരു ആമുഖ പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. താങ്ക് യു. എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇതിനു മുന്നേ ഇത് ഫസ്റ്റ് സെഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ സാർ? ഈ ജൂണില് ജോയിൻ ചെയ്തവരുടെ ബാച്ച് അല്ലേ? ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു ഇഗ്നോയില് തന്നെ MA സൈക്കോളജി ഇപ്പം സെക്കൻഡ് ഇയർ എക്സാം എഴുതിയിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പം ഞാനും എനിക്ക് ഇൻഫോർമേഷൻസ് കിട്ടിയതും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും. വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ എത്തുന്നതും. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി എന്ത് ചെയ്യണം, അടുത്തത് എന്താണ് എന്നുള്ള കാര്യത്തിന് നമുക്കൊരു ഡൗട്ട് ഇനി ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇതുവരെയുള്ള നിങ്ങളുടെ ഡൗട്ട്സിനും കാര്യത്തിനൊക്കെ ഏകദേശം ഇന്നൊരു ഈ ഒരു ഡിസ്കഷൻ കഴിയുന്നതോടുകൂടി ഒരു ഏകദേശം ഒരു 75% എന്തായാലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. പിന്നെയും ഇതേ അടുത്ത സെഷൻസൊക്കെ സാർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഇനിയും കുറേ സമയമുണ്ടല്ലോ പഠിക്കാൻ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കേണ്ട. സാർ ഇനി പറയും, ഇനി ഈ ഒരു സെഷനിൽ കണ്ടിന്യൂ ചെയ്യും എങ്ങനെ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. സാധാരണ സാർ അങ്ങനെയാണ് കാര്യങ്ങൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടും. ബുക്ക് കയ്യിൽ നമ്മുടെ സോഫ്റ്റ് കോപ്പി അവിടെ ഉണ്ടാവും, നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, സൈറ്റിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ബുക്ക് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പം കുറച്ച് ഇപ്പോഴേ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു എക്സാം വരുന്ന സമയത്ത് ഒരു ഹറിബറി അങ്ങനെ നമുക്കുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ കുറേ പഠിക്കാതെ കൂട്ടി വെക്കുന്ന സമയത്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇതൊന്നും നമുക്ക് നടക്കാൻ പോകുന്ന കാര്യമല്ല, എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് വരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ ആ ടുവേർഡ്സ് എൻഡ് ഉണ്ടാവുക. അതിന് പകരം ഇപ്പോഴേ നമ്മൾ ചെറുതായി കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഭാരമൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഇഗ്നോന്റെ സിലബസ്. അതേപോലെ ഇപ്പം മറ്റുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സൈക്കോളജി സബ്ജക്റ്റുകളാണെങ്കിൽ ഒരുപാട് വായിക്കാനുണ്ടെന്ന് തന്നെയുള്ളൂ. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഇതിലാണ് ബുക്കൊക്കെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പം ബുക്കിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല. ഒരുപാട് സൈറ്റുകളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പം ബുക്കിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ പല സൈറ്റ്സുകൾ ഉണ്ടാവും. പല സൈറ്റ്സിൽ നിന്ന് വെറൈറ്റി ഓഫ് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ക്ലബ് ചെയ്ത് നമുക്ക് എക്സാം എഴുതാം എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ ഇതിൽ സാർ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളാക്കി തിരിക്കും. അല്ലെങ്കിൽ അതിൽ ഒരു കോഡ്മിൻ ഉണ്ടാവും.
പിന്നെ ഇപ്പോൾ സൈക്കോളജി സ്റ്റുഡൻസ് ആയാലും മറ്റേ സോഷ്യോളജി സ്റ്റുഡൻസ് ഒക്കെ ആയാലും നമുക്ക് തന്നെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് സാറിൻ്റെ എം നോട്ട്സ് ചാനലിൽ തന്നെ ഉണ്ട്. അത് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം നമ്മൾ പുറത്തു പോയി എക്സ്പ്ലോർ ചെയ്യും. പല സൈറ്റുകളിൽ നിന്നായാലും ബുക്കുകളിൽ നിന്നായാലും ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു 5 minutes വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാക്സിമം 10-15 minutesൻ്റെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തും. അതൊന്നും നമുക്ക് വേസ്റ്റ് ആയിട്ട് തോന്നില്ല. ഇപ്പം നമുക്ക് തോന്നും, എടുക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മൾ എന്തിനാ ഈ ഒരു ടോപ്പിക്കിൻ്റെ പുറത്ത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ എക്സാം വരുന്ന സമയത്തായിരിക്കും. നമുക്ക് ഈ ഇത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ മെമ്മറിയിൽ ആ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുറേയൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്കാവും, ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഓർമ്മയിൽ വരികയും നമുക്ക് എക്സാമിന് ഒരു പരിധിവരെ അത് സഹായിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ മുഴുവൻ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ വേറെ ബിസി ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലത്. അതിൻ്റെ ഒരു റിഗ്രറ്റ് എനിക്ക് സെക്കൻഡ് ഇയർ എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ സാറോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് വീഡിയോ ചെയ്യണമായിരുന്നു സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്സുകൾ. അങ്ങനെയായിരുന്നെങ്കിൽ സെക്കൻഡ് ഇയർ ഒന്നും കൂടെ എനിക്ക് ഹാപ്പി ആയിട്ട് പോയിട്ട് ഒരു കോൺഫിഡൻസ്, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പോയിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങളും എല്ലാവരും, അപ്പോൾ സൈക്കോളജി മാത്രമല്ല മറ്റുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എടുത്തിട്ട് വീഡിയോസ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാർ അതിൻ്റെതായ രീതിയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ സാർ നമുക്ക് തരും. അപ്പോൾ അത് ചെയ്യുന്നത് മറ്റുള്ളവർക്കും ഗുണമാണ്, അതേപോലെ തന്നെ നമുക്കാണ് അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ തന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സാമിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും പോയി എഴുതാൻ വേണ്ടിയിട്ട്. പലരും ഇതിൽ കുറേ കാലം കഴിഞ്ഞിട്ട് പഠിക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതൊക്കെ ഒരു പേടിയും ഭയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു ഓവർകം ചെയ്യാനുള്ള ബെസ്റ്റ് വേ ആണിത്. വീഡിയോ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മൾ ആ ഒരു ട്രാക്കിലാവും. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെ വീണ്ടും വീണ്ടും ബെറ്ററായി അങ്ങനെ ലാസ്റ്റ് നമുക്ക് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമുക്ക് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തന്നെ നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ അതിനൊക്കെയുള്ള നമ്മളതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ്. താങ്ക് യു. വളരെ മനോഹരമായി ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ലളിതമായി പറഞ്ഞു. വളരെ നന്ദിയുണ്ട് മിസ് ദീപിക. പ്രിയപ്പെട്ടവരെ, ദീപിക പറഞ്ഞു വച്ച സംഗതിയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്, ഗ്രൂപ്പ് ലേണിങ്ങിൻ്റെ യഥാർത്ഥ ബെനിഫിറ്റ് ആയിഷ, സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ആയിഷ മ്യൂട്ടാക്കി വെച്ചോളൂ. യെസ്, ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ശ്രദ്ധിക്കുക. ആയിഷ യെസ്, ഞാൻ ഇവിടുന്ന് മ്യൂട്ടാക്കി. ഇപ്പോൾ തുടങ്ങി വെച്ച ആ ഒരു വർത്തമാനത്തിൽ നിന്ന് തന്നെ ഒരു കോ അഡ്മിൻ എന്ന് പറയുമ്പോൾ, ഒരു അഡ്മിനെ സഹായിക്കാൻ കോ അഡ്മിൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള വീഡിയോസ് കൃത്യമായി തരുന്നു. ആ വീഡിയോസിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്? സ്വന്തമായി ഉണ്ടാക്കിയ വീഡിയോസ്, ഇഗ്നോയെ പറ്റി, ഇഗ്നോ എന്ത്, എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ട്, എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്,
പിന്നെ അക്കാഡമിക് മാറ്റേഴ്സ് ഇഗ്നോയുടെ ഫാക്കൽറ്റീസ് നൽകുന്ന ഇൻഫർമേഷൻസ്. അത് കൂടാതെ മറ്റുള്ള സോഴ്സസിൽ നിന്ന്, ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാം, ആ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് നമ്മൾ കൃത്യമായി പ്രസന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ സംഗതികൾ. അത് കൂടാതെ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള, നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന പഠിതാക്കൾ എല്ലാവരും നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. അവരെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ ഓരോ ഗ്രൂപ്പുകൾ, അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ്, 10 മിനിറ്റ്, 5 മിനിറ്റ്, 8 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ്, ആ വീഡിയോസിലുള്ള തംബ്നെയില്, അതിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ നൽകുന്നു. എന്നിട്ട് അതിന് ഞാനൊന്ന് വീഡിയോ ആക്കി മാറ്റി നിങ്ങൾക്ക് അത് ഞാൻ അയച്ചു തരുന്നു. അത് നിങ്ങൾക്ക് അയച്ചു തന്നതിന് ശേഷം, നിങ്ങളുടെ ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ അത് നമ്മൾ പൊതുമുതലാക്കിയിട്ട് എംനോട്ട്സിൽ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. ഞാൻ കുറച്ച് വീഡിയോ എന്ന് ആലങ്കാരികമായി മിസ് ദീപിക പറഞ്ഞെങ്കിലും 107 MA സൈക്കോളജി വീഡിയോസ് അവരുടെ നേതൃത്വത്തിലുണ്ട്. MA സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും കരുത്ത് നിലവിൽ ഉണ്ട്. സാധാരണ 100 ക്ലാസ് ഒന്നും, സത്യം പറയട്ടെ, ഞാൻ ഇഗ്നോയെ വാനോളം പുകഴ്ത്തുന്ന ഒരു വ്യക്തിയാണ്, അത് നിങ്ങൾക്ക് എല്ലാവരും അറിയാം. പക്ഷെ ഇഗ്നോ ഒരു 100 ക്ലാസ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും തരുന്നുണ്ട്, നിലവിൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നില്ല. 100 ക്ലാസ് ഒന്നും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നേ ഇല്ല. ഇഗ്നോയിൽ അബി സേവിയർ കുറെ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ? ഉണ്ട്. ഇഗ്നോയിൽ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, എല്ലാം. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതിന് മുമ്പ് എന്റെ പഠിതാക്കൾ, നമ്മുടെ റോളാണ് ഇപ്പൊ ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് വരുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു കണ്ടന്റ് കണ്ടെത്തുക. നിങ്ങളുടെ സബ്ജക്ട് മാറ്റർ ആയിരിക്കണം കണ്ടെത്തേണ്ടത്. അത് വളരെ നല്ല രീതിയിൽ ഇഗ്നോയിലെ സ്റ്റഡി മെറ്റീരിയലുകളിൽ ഉണ്ട്. ആ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു, ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒന്ന് പ്രസന്റ് ചെയ്യുന്നു, പിന്നീട് അതിനെ പതുക്കെ ഒരു വീഡിയോ ആക്കി മാറ്റുന്നു. വീഡിയോ കണ്ടന്റ് പഠിക്കാനുള്ള കണ്ടന്റാണ്, അല്ലാണ്ട് കോമാളിത്തം കാണിക്കാനുള്ളതല്ലല്ലോ. അപ്പൊ മാന്യമായ രീതിയിൽ നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് അത് എനിക്ക് അയച്ചു തന്ന്, ഞാൻ തന്നെ അത് പരിപൂർണമായി നോക്കുകയല്ല, ഞാൻ നിങ്ങളെ പോലുള്ള മറ്റ് അഡ്മിന്മാരുടെ അടുത്തേക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുകയും അവരെ എനിക്ക് അതിനെ സർട്ടിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. 70% കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടാണ് ഞാൻ ചെറുതായി പാസ്സായി എന്ന് മിസ് ദീപിക നമ്മളോട് പറഞ്ഞത്. ഫസ്റ്റ് ഇയറിൽ അവർക്ക് കിട്ടിയ മാർക്കുകൾ വളരെ കൂടുതലാണ്, വളരെ നല്ല മാർക്കുകളാണ്. കാരണം 100-ൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള സൗഭാഗ്യം അവർക്ക് കിട്ടി, ദൈവം നമുക്ക് തന്നു എന്നുള്ളതാണ് നമ്മൾ അക്കാര്യത്തിൽ പറയാനുള്ളത്. അത് ഇവിടെ ഉള്ള എല്ലാവർക്കും, ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് ചെയ്യാനുള്ള ശേഷി എല്ലാം അവർക്ക് ഉണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും നമുക്കില്ല. നിങ്ങൾ ഫേസ് തന്നിട്ടോ ഫേസ് തരാതെയോ എങ്ങനെ വേണമെങ്കിലും വീഡിയോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് സമർപ്പിക്കാം. അപ്പൊ ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആവശ്യമുള്ള 1 by 1 ആയിട്ടുള്ള ഓരോ സംഗതികൾ ചോദിക്കുക. ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട്, ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ആമുഖം വീണ്ടും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്ന് ഇന്ത്യയിൽ ജൂലൈ 2023 ബാച്ചിനെ പറ്റി ഒരു ഔദ്യോഗിക ക്ലാസുകളും ആരും തന്നിട്ടില്ല. ഔദ്യോഗിക ക്ലാസ്സിന് ഉപരിയായി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് അനൗപചാരിക, നോൺ ഫോർമൽ എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞു. ഒഫീഷ്യലാണ് പറയേണ്ടത്. ഒഫീഷ്യലാണ്, അതായത് അതിന്റെ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിലുള്ള സംഗതികൾ പറയുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചില സൂചനകൾ തരുന്നു എന്ന് മാത്രം അത് ഉൾക്കൊള്ളിക്കുക. ആ സൂചനകളിലൂടെ കുറെ കടന്നു ചെന്ന് നിങ്ങൾ ഏറ്റവും നന്നായി മിടുക്കനായി മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥിയെ പോലെ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ, യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പോയി നിൽക്കുകയും പോയി അത് അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ അവർ പറയുന്ന ഓരോ സംഗതികളും ഞാൻ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടല്ലോ, പരിചിതനാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുകയും വരുമ്പോ, അങ്ങനെ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു സ്ഫുരണം വരുമ്പോ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷവും പ്രതിഫലവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ മുമ്പേ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് ഇനി 1 by 1 ആയിട്ട് ഓരോരുത്തരുടെ, അപ്പോൾ നല്ല സോഷ്യലിസ്റ്റിക് ഡെമോക്രാറ്റിക് വ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കണം. അവരവരെ അൺമ്യൂട്ട് ചെയ്തിട്ട്
സംസാരിക്കുക, ഉടൻ തന്നെ മ്യൂട്ടാക്കുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ ഇനി നിങ്ങളുടെ ഊഴമാണ്. അത് കഴിഞ്ഞ് ഞാൻ ജനറലൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. Yes, I cordially inviting the participant to deliver your ideas and your queries, your suggestions, your opinions, your frequently asked questions. ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ചോദ്യങ്ങൾ. I cordially inviting. Yes, തുടങ്ങിക്കോളൂ. നമസ്കാരം മാഷേ. പറഞ്ഞോളൂ മിസ് സുമ. സുമ ടീച്ചറാണ്. ഞാൻ വടക്കഞ്ചേരിയിലാണ്. സർ, എനിക്ക് ഇതുവരെ എൻറോൾമെന്റ് നമ്പറും ID കാർഡും കിട്ടിയിട്ടില്ല. സാറ് ഒരാഴ്ചക്കകം എൻറോൾമെന്റ് നമ്പർ കൺഫേം ആവുന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല, മെയിൽ വന്നിട്ടില്ല. ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഓരോന്നിൽ നിന്ന് തന്നെ തുടങ്ങിപ്പോകാം. കാരണം സ്കാറ്റർ ചെയ്ത് നിൽക്കുകയാണ്. ഒരു വിദ്യാർത്ഥി ഇതിന്റെ അകത്ത് ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പ് ഞാൻ വീണ്ടും ഉറപ്പിക്കുന്നു, ഇതിലെ അഡ്മിഷൻ എടുത്തവരുമുണ്ട്, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. രണ്ട് കൂട്ടരാണ് ഇതിന്റെ അകത്ത്. ആ അഡ്മിഷൻ എടുത്തതിൽ തന്നെ റീസെന്റ് അഡ്മിഷൻ എടുത്തവരുണ്ട്. ഈ അഡ്മിഷൻ എടുത്തത് തന്നെ എംനോട്സിലൂടെ അഡ്മിഷൻ എടുത്തവരുണ്ട്, എഡ്ജിലൂടെ അഡ്മിഷൻ എടുത്തവരുണ്ട്, മറ്റ് പുറമെ അഡ്മിഷൻ എടുത്തവരുണ്ട്, സ്വയമേ അഡ്മിഷൻ എടുത്തവരുണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം അവരവർ ചെയ്തത് എന്തൊക്കെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വേദിയും കൂടിയാണ് ഇത്. നിങ്ങൾ എങ്ങനെ അഡ്മിഷൻ എടുത്താലും അത് വെരിഫൈ ചെയ്യേണ്ടത് ഒരു ലെവലില്. എന്റെ അടുത്ത് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ തരുന്നു എങ്കിൽ ഞാൻ ആദ്യം ഒരു വെരിഫിക്കേഷൻ നടത്തും. ആ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിർബന്ധമായും ഡോക്യുമെന്റ് ആദ്യമേ വാങ്ങിച്ചിരിക്കും. കാരണം പിന്നീട് എനിക്കത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എന്താണ് ഇയാൾ ആദ്യമേ എല്ലാ ഡോക്യുമെന്റ് ഞങ്ങളുടെ സ്വകാര്യതയൊക്കെ ചോദിക്കുന്നത്. സ്വകാര്യതയല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീമോഗ്രാഫിക് ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് അത് ചോദിച്ചു വാങ്ങിക്കുന്നു. അതനുസരിച്ച് നിങ്ങളുടെ ഡാറ്റകൾ സൂക്ഷിച്ച് വളരെ ഭംഗിയായി ഒരു സ്ഥലത്തേക്കും വേറെ അഡീഷണൽ പോകാത്ത രൂപത്തിൽ എന്റേതായിട്ടുള്ള ഗൂഗിൾ സ്റ്റോറിൽ കൃത്യമായിട്ട് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരികയും ചെയ്തു. അഡ്മിഷൻ എടുത്ത് തന്നതിന് ശേഷം എന്റെ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഇമെയിൽ വരുന്നത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ചുകൊണ്ടാണ്. യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇമെയിൽ വന്നിട്ടുണ്ടാകും. ഇമെയിലിലെ യൂസർ നെയിം പാസ്വേഡ് കിട്ടിയവർ 1111 എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. കിട്ടാത്തവരൊന്നും പറയണ്ട, 111 എന്ന് ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് കിട്ടിയവർ. യെസ്, അപ്പൊ ഇതൊക്കെ യൂസർ നെയിം പാസ്വേഡ് കിട്ടിയവരാണ്. യൂസർ നെയിം പാസ്വേഡ് കിട്ടാത്തവർ അത് തിരിച്ചറിയുക. എന്താണ് യൂസർ നെയിം പാസ്വേഡ്? അത് എവിടെ ഉണ്ടാകും? ഇമെയിലിൽ ഉണ്ടാകും. 2, യൂസർ നെയിം പാസ്വേഡ് കിട്ടി ഇവിടുന്ന് ഒരു വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് കൊടുത്തിട്ട് ഇഗ്നോയിലേക്ക് അയച്ചു കൊടുത്ത് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട്, ചിലപ്പോൾ 10 ദിവസം കൊണ്ട് നമ്മളുടെ പ്രോഗ്രാമുകൾ സോർട്ട് ചെയ്ത് ഇഗ്നോ നമുക്ക് അയച്ചു തരും. ഇവിടെ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്, ചിലർക്ക് ഇതൊന്നും ഇല്ല, കിട്ടിയവർക്ക് ഇനി കേൾക്കുന്നതെല്ലാം വെറുതെയാണ്. പക്ഷെ നിങ്ങൾ അത് കേട്ടിരിക്കണം. നാളെ എന്റെ റോളിൽ നിങ്ങൾ ഇരുന്ന് സംസാരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ജൂലൈ 2022 ആ കുട്ടിയെ ഇന്ന് ഞാൻ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 22 ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ എടുത്തു, എൻറോൾമെന്റ് നമ്പർ കിട്ടി, എല്ലാം കഴിഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് MA അറബിക്കാണ്, ബാംഗ്ലൂരാണ്. അന്ന് ആദ്യത്തെ സ്റ്റഡി സെന്റർ ബാംഗ്ലൂർ ആയിരുന്നു. പിന്നീടാണ് നമുക്ക് കൊച്ചിൻ വന്നത്, പിന്നീട് വടകര വന്നു. യൂണിവേഴ്സിറ്റിക്ക് തന്നെ പരസ്പരം സംശയമായി ഇപ്പൊ എവിടെയാണ് സ്റ്റഡി സെന്റർ വേണ്ടത് എന്ന്. ഇപ്പൊ കേരളത്തിലാകെ ഒരു സ്റ്റഡി സെന്ററേ ഉള്ളൂ. അത് ഏത് എന്നുള്ളത് കൃത്യമായി ഞാൻ അവരവർക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയുള്ള ആ സ്റ്റഡി സെന്ററിലെ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ചിലപ്പോ 500 ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ, 500 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നത് പരമാവധി ഒരു ദിവസം ഒരു 50-60 എണ്ണമേ ചെയ്യുകയുള്ളൂ. MSc CFT ആകെ കേരളത്തിൽ ഒരു 30 പേരെ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അത് 2 ദിവസം കൊണ്ട് അവർക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ടാവും. MAH ഒക്കെ ചിലപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഡാറ്റ കിട്ടുന്നുണ്ടാവില്ല. BA ഇംഗ്ലീഷ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ BA ഉറുദു വളരെ കുറച്ചു പേര് മാത്രമേ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ, അവരുടെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്നുള്ള ഒരു മെയിൽ, അതാണ് 2ാമത്തെ മെയിൽ. എന്താണ് തുടക്കം? ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ. ഇഗ്നോയിൽ നിന്ന് ഗ്രീറ്റിംഗ്സ് ഫ്രം മുബാറക് മാസ്റ്റർ എന്ന് അതിൽ നിന്ന് കോപ്പി അടിച്ചത് തന്നെയാണ് കേട്ടോ, സംശയമൊന്നും വേണ്ട. അപ്പൊ ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞു വരും, അതിൽ എൻറോൾമെന്റ് നമ്പർ വരും. അത് വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ
പ്രവർത്തിക്കാൻ വളരെ നന്നായി അറിയുന്നവർക്ക് ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ വന്നു, അത് വന്ന ഉടനെ തന്നെ ആക്രാന്തം കൊണ്ട് അവർക്ക് യൂസർ ഐഡിയും ഉണ്ട്, യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. ആക്രാന്തം കൊണ്ട് ഇഗ്നോ തന്നിട്ടുള്ള സൈറ്റിൽ തന്നെ അവർ കയറിയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോ ഡാറ്റ ഈസ് നോട്ട് ഫൗണ്ട്, ഡാറ്റ ഈസ് നോട്ട് ഫൗണ്ട്. അപ്പോഴാണ് മുബാറക്ക് മാഷെ ചതിയാ, നീ ഞങ്ങളെ ചതിച്ചോടാ, എവിടെ എവിടെ എന്റെ ഡാറ്റ വന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് ചോദിക്കുക. ആദ്യമേ കുറെ തട്ടിവിട്ടിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ പിന്നീട് എന്റെ അടുത്ത് ഉത്തരം ഞാൻ എന്റെ ഉത്തരം കേൾക്കുന്നത്. ഞാൻ ഉത്തരം പറയുന്നത് എന്താണ്? സാധാരണ എല്ലാവരോടും പറയുന്നത്, ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്നുള്ള മെസ്സേജ് എവിടുന്ന് വന്നതാണ്? മുബാറക്ക് മാഷ് കള്ള തട്ടിപ്പ് മറ്റേത് അത് ഇത് എന്നൊക്കെ പറഞ്ഞെങ്കിലും കാരണം എന്താണ്, നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് വന്നതെല്ലാം ഉണ്ട്. പക്ഷെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കത് കാണില്ല, ഡാറ്റ കാണില്ല, ഡാറ്റ ഈസ് നോട്ട് ഫൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉടൻ തന്നെ അടുത്ത ആള് പറയാൻ പറ്റിയ ഒരു മുഖം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കുന്നില്ല. അപ്പൊ എന്റെ മേലെ ആയിരിക്കും എല്ലാ വിധത്തിലും. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും, നിങ്ങൾ ബേജാറാകണ്ട, എവിടുന്നാണ് ആ ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്നുള്ള മെയില് വന്നത്? അപ്പോഴാണ് അയ്യോ ഞാൻ പറയേണ്ടിയിരുന്നില്ല, ശരി പറഞ്ഞു പൊക്കോട്ടെ, സാരല്ല, ചോടുതോ. അപ്പൊ അത് എവിടെയാണ്? ഇഗ്നോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് എനിക്കുണ്ടാക്കി മെയിൽ അയക്കാൻ പറ്റുമോ? ഒരിക്കലും അയക്കാൻ പറ്റില്ല. അപ്പൊ അത് വന്നിരിക്കുന്നത് ഇഗ്നോയിലാണ്. ഇഗ്നോയിൽ അപ്പൊ ഡാറ്റ ഉണ്ട്. ഇഗ്നോ ആണ് നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ തന്നത്. ബാക്കി സബൂർ കറോ, ക്ഷമിക്കുക, നടക്കും. എപ്പോഴെന്നറിയാമോ? ഇപ്പൊ ഞാൻ ഒരു സ്റ്റഡി സെന്ററിൽ MSc CFE 30 എണ്ണം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, 500 എണ്ണം ചെയ്യുന്ന MA ഇംഗ്ലീഷിലെ ഒരു ഉദ്യോഗസ്ഥൻ, 5000 എണ്ണം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, PSMO കോളേജിലെ 1ാമത്തെ ദിവസത്തിൽ എക്സാം സീറ്റ് ഫുള്ളാകുന്ന സെന്ററാണ് കേട്ടോ ശ്രീ കേരളവർമ്മ കോളേജും PSMOയും ഒക്കെ. ആദ്യത്തെ ദിവസത്തിൽ തന്നെ എക്സാം സെന്റർ ക്ലോസ് ആവും, അത്രയും കുട്ടികളാണ് അവിടെ. അപ്പൊ 5000 എണ്ണം വടകര റീജിയണൽ സെന്ററിലെ BA ഇംഗ്ലീഷിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഡാറ്റ കംപ്ലീറ്റ് ആകാൻ 2 മാസം എടുക്കും. ഒരു ദിവസം 60, 10 ദിവസത്തിന് 600, 100 ദിവസത്തിന് 6000, അത്രയും നോക്കാൻ പറ്റൂ. അതാണ് ശാസ്ത്രീയമായത്. അപ്പൊ 5000 എന്ന് പറയുന്നത് ഞാൻ 2 മാസം എന്ന് പിന്നെയും കുറച്ച് കൂടുതലാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ 2 മാസം കഴിഞ്ഞാലേ നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ കൈകളിലേക്ക് വരികയുള്ളൂ. അപ്പോഴും ഡാറ്റ കിട്ടില്ല. മറിച്ച് ഈ ഡാറ്റകളെല്ലാം ഓരോ സ്റ്റഡി സെന്ററിലും, ഓരോ റീജിയണൽ സെന്റർ, നോട്ട് സ്റ്റഡി സെന്റർ, ഓരോ റീജിയണൽ സെന്ററിലും വെരിഫിക്കേഷൻ നടത്തുന്ന എല്ലാ ഡാറ്റകളും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള യഥാർത്ഥ ഡാറ്റ ബാങ്കിലേക്ക് എല്ലാ ഡാറ്റയും ഇട്ട് ഷഫിൾ ചെയ്ത് അവസാനം കംപ്ലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നിങ്ങളുടെ ഡാറ്റ എത്തുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഡാറ്റ എത്തിയതിനു ശേഷമാണ് എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. അതല്ലാതെ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ പറ്റും, പക്ഷെ ഇപ്പൊ തന്നെ ഐഡന്റിറ്റി കാർഡ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഇവിടുത്തെ മീറ്റിംഗില് ഒരു ഐഡന്റിറ്റി കാർഡ് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു അഡ്മിഷൻ പോലെ എടുക്കാത്തവരെ ഞാൻ ഇതിന്റെ അകത്തേക്ക് വിട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ എന്റെ അടുത്ത് ചിലരിപ്പോ ഇതിന് മറ്റ് സ്ഥാപനം നടത്തുന്ന ചാരന്മാരും ഇതിന്റെ അകത്തുണ്ടാകാം. ഞാനത് വിജിലന്റ് ആണ്. അയാൾ എങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത്, എനിക്ക് അതൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിക്കുന്ന ചാരന്മാർ ഇതിന്റെ അകത്തുണ്ട്. ഉണ്ടാകാം എന്നല്ല, ഉണ്ട്. അങ്ങനെ തന്നെയാണ് എന്റെ ഗസ്. ഞാനൊരു ഹൈപ്പോതിസിസ് വെച്ചിട്ടാണ് എപ്പോഴും കാര്യങ്ങൾ കൊണ്ട് നടത്താറ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ കാര്യങ്ങൾ അറിയും. അപ്പൊ നമ്മളിലൂടെ അത് അറിയുന്നതിൽ എന്താണ് തെറ്റ്? കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അതിനുശേഷവും 15 ദിവസം വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി കാർഡ് നിങ്ങളാൽ കണ്ടെത്താൻ കഴിയുക. അതല്ലാതെ കണ്ടെത്താനുള്ള വിദ്യകള് ഞങ്ങളുടെ കൈവശമുണ്ട്. അത് കുറച്ച് പ്രൊഫഷണൽ എത്തിക്സ്, അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്രയും നിർബന്ധമായിട്ട് ഐഡന്റിറ്റി കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടോളൂ, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഞാൻ അയച്ചു തരാം. പക്ഷെ ഇപ്പൊ ഞാൻ ഐഡന്റിറ്റി കാർഡ് തരാത്തത്, ഐഡന്റിറ്റി കാർഡ് കയ്യിൽ കിട്ടിയാൽ ഇനി എല്ലാവരും പേപ്പറും പേനയും എടുക്കുക, എഴുതിയെടുക്കുക. പേപ്പർ ഇന്ന് നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും പേപ്പറും പേനയും ഉണ്ടായിരിക്കണം, എഴുതിയെടുക്കണം. ഓക്കെ, എഴുതിയെടുക്കണം. പേപ്പറും പേനയും എടുക്കണം, എഴുതിയെടുക്കണം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, വാട്ട് ഈസ് യുവർ കൺട്രോൾ നമ്പർ?
അതിനു മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ അടുത്തേക്ക് കിട്ടുമല്ലോ. ആ ആപ്ലിക്കേഷൻ ഫോം നന്നായി വായിക്കണം കേട്ടോ. ഞാൻ തന്നെയാണ് ചെയ്തു തന്നത്, എന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അറിയണം നിങ്ങൾ ആര് എന്ന്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഫോം നന്നായി, എല്ലാം അതിന്റെ അകത്തുണ്ട്. പക്ഷെ എന്നാലും അത് ചിലപ്പോ നിങ്ങളുടെ ഒപ്പാണോ, നിങ്ങളുടെ ഫോട്ടോയാണോ, നിങ്ങളുടെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ, സ്പെല്ലിംഗ് കറക്റ്റ് ആണോ, അതല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇമെയിൽ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ, അച്ഛന്റെ അമ്മയുടെ പേരൊക്കെ കറക്റ്റ് ആണോ അതിന്റെ അകത്ത് ഇരിക്കുന്നത്. പെർസെന്റേജ് അതിൽ കാര്യമൊന്നുമില്ല. പാസ്സായ ചിലത് കിട്ടും, ചിലത് 50% വേണം എന്ന് പറയും. 50% എലിജിബിലിറ്റി ഉണ്ട്, എനിക്ക് 59.8 ഉണ്ട് സാർ, 59.7 പറഞ്ഞിട്ടുള്ളൂ, ഇപ്പൊ തിരുത്തി തരണം. അതിനൊന്നും സമയമില്ല മക്കളെ, നിങ്ങൾക്ക് സീറ്റ് കിട്ടി മിണ്ടാതിരിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറയാറ്. അത്ര മതി, നിങ്ങൾക്ക് സീറ്റ് കിട്ടി മിണ്ടാതിരിക്കുക. അതിലെ സർട്ടിഫിക്കറ്റ് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരുണ്ടാവും, അതിലെ ഇനീഷ്യൽ ഉണ്ടാവും. സപ്പോസ് മുഹമ്മദ് മുബാറക് ഒന്നിച്ചാണ്, ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ല എങ്കിൽ എന്റെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റിലെല്ലാം അതാണ്. 3 കൊല്ലത്തിനുള്ളിൽ ഒരു ഡിഗ്രി എടുക്കുമ്പോൾ, 2 കൊല്ലത്തിനുള്ളിൽ ഒരു PG എടുക്കുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുള്ളിൽ ഇത് തിരുത്തണം. പക്ഷെ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ തിരുത്തിയാൽ നോ ഫീ. ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ തിരുത്തണമെങ്കിൽ 1000 രൂപ ചെലവ് ചെയ്യണം. ഓക്കെ, 2 മാസം കഴിഞ്ഞിട്ടാണ് എങ്കിൽ അടുത്ത പ്രശ്നമായി. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പേര് ഇങ്ങനെയാണ് എന്ന് നോട്ടറി സർട്ടിഫിക്കറ്റ് ചെയ്ത രേഖ, ഇതൊക്കെ UGC പറയുന്ന നിയമമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നടന്ന എത്ര സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ എന്തൊക്കെ നടന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പക്ഷെ ഇത്ര ലളിതവും സുന്ദരവുമായ അഡ്മിഷൻ കിട്ടുന്ന മറ്റ് ഏത് യൂണിവേഴ്സിറ്റി ഉണ്ട്? വളരെ ലളിതമാണ്. കാരണം നിങ്ങളെ ഒന്നും അറിയിക്കാതെ മനോഹരമായിട്ട് എടുത്തു തന്നു, വളരെ മനോഹരമായിട്ട് നിങ്ങളെ അഡ്മിഷൻ എടുത്തു തന്നു. പക്ഷെ അഡ്മിഷൻ എടുത്തവരിൽ ഇന്ന് ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സാർ അങ്ങനെ വന്നു, ഞാൻ തന്നെയാണ് ചെയ്തത്. വിനോദ് VC, വിനോദ് KC. കാരണം എന്താണ്? UC KC, യുവും കെയും ബട്ടൺ 2 1. എന്റെ കൈ ബട്ടൺ ഇങ്ങനെ പോയി, പക്ഷെ ആ നേരത്തെ കെയിലേക്ക് കൊണ്ടുപോകും, അവസാനം KC ആയി പോയി. KC കൊണ്ട് സർട്ടിഫിക്കറ്റ് വന്നാൽ ആകെ പ്രശ്നമാണ്. ബേജാറ്, രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ള അവസ്ഥ. അത് തുടക്കത്തിലേ ആണെങ്കിൽ തിരുത്തിയെടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ പിന്നീട് 2000 രൂപ 3000 രൂപ വരെ ചെലവ് വന്നിട്ട് വരും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരില്, അഡ്മിഷന്റെ പേരില്, മറ്റ് അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളുടെ പേരില് പല തരത്തിലുള്ള തട്ടിപ്പുകൾ നാട്ടിലെ ഗംഭീരമായി കിണഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല സുന്ദരമായി നമ്മൾ ഇത്തരത്തിലുള്ള നല്ല ക്ലാസ്സുകളും പ്രോഗ്രാമുമായിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ സ്പെല്ലിംഗ് തെറ്റുണ്ടോ, മറ്റു ഡാറ്റകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങളുടെ ഡാറ്റകൾ വെരിഫൈ ചെയ്യുക. എസ്സിൽ അവസാനിക്കുന്ന ഒരു നമ്പർ മുകളിൽ തന്നത് കൺട്രോൾ നമ്പർ, എഴുതിയെടുത്തോളൂ. കൺട്രോൾ നമ്പർ. ചെക്ക് ഇമെയിൽ. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത് എന്ന്. നമ്മൾ സാധാരണ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി പറയുന്ന വാക്ക്, ഞാൻ MA സൈക്കോളജി ചെയ്യുന്നു, ഏത് കോഴ്സാ ചെയ്യുന്നത് എന്നാണ്. ഞാൻ ചെയ്യുന്ന കോഴ്സ് MA സൈക്കോളജി. പക്ഷെ IGNO പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം. അപ്പൊ പ്രോഗ്രാമാണ് MA സൈക്കോളജി, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ്. അതൊക്കെ പ്രോഗ്രാമാണ്. അതിന്റെ കോഡാണ് MAPC, MSc CFT, BSc G. അതൊക്കെ പ്രോഗ്രാമിന്റെ കോഡാണ്. അപ്പൊ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഉണ്ട്. ആ പ്രോഗ്രാമിന് നമ്മൾ പറയില്ല, ഞാൻ ഏത് കോഴ്സ് സൈക്കോളജി ചെയ്യുന്നു, ആ സൈക്കോളജിയോടൊപ്പം എനിക്ക് ആൻസിലറി പേപ്പേഴ്സ്, സബ്സിഡറി പേപ്പേഴ്സ്, സബ്ജക്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. IGNO പറയുന്ന പേര് കോഴ്സസ്. അതാണ് ഞാൻ തന്നിരിക്കുന്ന ഫോമിലെ കോഴ്സസ് എന്നുള്ള വാക്ക് എഴുതാൻ വേണ്ടി നിങ്ങളോട് പറയുന്നത്. അപ്പൊ കോഴ്സസ് ആണ് വേണ്ടത്. ഓക്കെ, കോഴ്സസ് ആണ്. അപ്പൊ പ്രോഗ്രാം കോഡ്, കോഴ്സ് കോഡ്, സ്റ്റഡി സെന്റർ, റീജിയണൽ സെന്റർ, ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സുമ പറഞ്ഞത് 1 മിനിറ്റിൽ ഞാൻ കുറെ സമയം ഇങ്ങനെ എടുത്തു. അടുത്ത ഒരു ചോദ്യം വരട്ടെ, ഞാൻ അതിന്റെ അടുത്ത ഉത്തരത്തിലേക്ക് വരാം. യെസ്, പറഞ്ഞോളൂ പെട്ടെന്ന്. യെസ് ഷീജ, ചോദിച്ചോളൂ.
ഇങ്ങനെ വൈകിക്കരുത്, പെട്ടെന്ന് പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ നമുക്ക് സമയം പോയി കിട്ടും. യെസ് പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എനിക്ക് കുറച്ചും കൂടി പേഴ്സണൽ ഡൗട്ടാണ്. ഞാനിപ്പോ MSc CFTക്കാണ് എടുത്തിരിക്കുന്ന അഡ്മിഷൻ. അപ്പോ എനിക്ക് നെക്സ്റ്റ് ഇയർ റെഗുലർ ആയിട്ടും കൂടെ അപ്ലൈ ചെയ്ത്, അതായത് ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എക്സാം എഴുതണമെന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. തീർച്ചയായും ചെയ്യാം. അപ്പൊ എനിക്ക് ഇഗ്നോയിൽ ഇത് ഡിപ്ലോമ ആക്കാതെ മാസ്റ്റേഴ്സ് ആയി തന്നെ വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഇയർ എനിക്ക് അപ്ലൈ ചെയ്യാം. വളരെ നല്ല ചോദ്യമാണ്. ഈ ചോദ്യം എല്ലാവർക്കും ബാധകമാണ്. ഇനി അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യത്തിന്റെ പിൻബലത്തിൽ ഞാൻ വേറെ 3 കാര്യങ്ങൾ നിങ്ങളെ ആഡ് ചെയ്യാണ്. ഒന്ന്, കോഴ്സ് അഥവാ നിങ്ങളുടെ പ്രോഗ്രാം ഡ്യൂറേഷൻ എഴുതിയെടുക്കും. പ്രോഗ്രാം ഡ്യൂറേഷൻ, മിനിമം ഡ്യൂറേഷൻ, മാക്സിമം ഡ്യൂറേഷൻ. ഞാനിപ്പോ പറയുന്നത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് 6 മാസം മിനിമം ഡ്യൂറേഷൻ, മാക്സിമം ഡ്യൂറേഷൻ 2 കൊല്ലം 4 സെഷൻ. ഡിപ്ലോമ പ്രോഗ്രാം 1 കൊല്ലം മിനിമം ഡ്യൂറേഷൻ, മാക്സിമം ഡ്യൂറേഷൻ 3 കൊല്ലം. PG മിനിമം ഡ്യൂറേഷൻ 2, മാക്സിമം ഡ്യൂറേഷൻ 4 കൊല്ലം. ഡിഗ്രി മിനിമം ഡ്യൂറേഷൻ 3 കൊല്ലം, മാക്സിമം ഡ്യൂറേഷൻ 6 കൊല്ലം. 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി പൂർത്തിയാക്കാം. അത് 3.5 കൊല്ലത്തിലാക്കാം, 4 കൊല്ലത്തിലാക്കാം, 4.5 കൊല്ലത്തിലാക്കാം, 5 കൊല്ലത്തിലാക്കാം, 5.5 കൊല്ലത്തിലാക്കാം, 6ാമത്തെ കൊല്ലത്തിലും ആക്കാം. പക്ഷെ ആക്കാം എന്ന് പറഞ്ഞ് അവസാനം പോയാൽ പിന്നെ വളരെ വലിയ അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു MA ഇംഗ്ലീഷ് ചെയ്യുന്ന ഒരു കുട്ടി, ടീച്ചർമാർ ഇതിന്റെ അകത്ത് കൂടുതൽ PG ഇപ്പൊ ചെയ്യുന്നത് കൊണ്ടും അവർക്ക് തൊഴിൽപരമായ ഉന്നതിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പ്രൊമോഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ ഒരു PG സ്റ്റുഡന്റിന്റെ കാര്യം പ്രത്യേകം പറയുന്നത്. ഇന്ന് ഒരു ടീച്ചർ എന്റെ അടുത്ത് വിളിച്ചത്, ഒരു ഹിന്ദി ടീച്ചറാണ്, എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചത്, സാർ എനിക്ക് ജോലി ഭയങ്കര തിരക്ക്, പക്ഷെ അവർക്ക് ഡിഗ്രി വേണം, PG എടുക്കണം, പാസ്സാവണം, ഭയങ്കര തിരക്ക്, റീ രജിസ്ട്രേഷൻ ഞാനിപ്പോ ചെയ്യുന്നില്ല സാർ. ചെയ്യണ്ട, അവർ ചെയ്യണ്ടെന്ന് തീരുമാനിച്ച ചെയ്യണ്ട. ഇനി ശ്രദ്ധിക്കുക, വളരെയേറെ ശ്രദ്ധിക്കുക. ജൂലൈ 23 എഴുതിയെടുത്തോളൂ. അഡ്മിഷൻ ജൂലൈ 23. ആനുവൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾ 9ാമത്തെ മാസത്തിൽ 2 കാര്യം ചെയ്യണം, 3 കാര്യം ചെയ്യണം. 1, അസൈൻമെന്റ് സബ്മിഷൻ. 2, സെക്കൻഡ് ഇയറിലേക്കുള്ള രജിസ്ട്രേഷൻ. 3, ഫസ്റ്റ് ഇയർ എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ. ആനുവൽക്കാരാണ് കേട്ടോ. 9ാമത്തെ മാസത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ. സെമസ്റ്ററുകാർ 3ാമത്തെ മാസത്തിൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ നിങ്ങൾ ജൂണിൽ എടുത്തു, ഇനി അടുത്ത മാസം ഇത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ആ പരിപാടി ചെയ്യേണ്ടി വരും. MCOMകാർ പ്രത്യേകിച്ച് അടിയന്തരമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഇത് കംപ്ലീറ്റ് ആണ്. നിങ്ങളുടെ ക്ലാസ് ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ മുബാറക് മാഷ് വിളിച്ച് പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ള നല്ല കൈത്താങ് ഞാൻ തരുന്നുണ്ട്. ഡോണ്ട് വറി. അപ്പം അഡ്മിഷൻ, ആനുവൽ പ്രോഗ്രാം, സെമസ്റ്റർ പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. 9ാമത്തെ മാസം 3 കാര്യം ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പ് എന്ത് വേണം? അസൈൻമെന്റിനുള്ള ബുക്കുകൾ വേണം, എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വേണം. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. 4ാമത്തെ ഫോം പൂരിപ്പിച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ, റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് കാശ് കൊടുത്ത് വാങ്ങാം. സ്കൂളുകളിൽ നമുക്ക് ബുക്കുകൾ കിട്ടുന്നുണ്ടല്ലോ. സ്കൂളിലെ ബുക്കുകൾ ഇപ്പൊ കിട്ടുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഗവൺമെന്റും എല്ലാം തന്നെ, എല്ലാ ഗവൺമെന്റുകളും ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തേതിൽ കുറച്ച് ബുക്ക് തരും, പിന്നെ കുറച്ച് ബുക്ക് തരും, പിന്നെ കുറച്ച് ബുക്ക് തരും. പരീക്ഷയുടെ ചിലപ്പോൾ 1 മാസം മുമ്പായിരിക്കും ബുക്കുകൾ കിട്ടുക. അത് എല്ലാവർക്കും പറ്റാണ്. പക്ഷേ പുറത്ത് നമ്മൾ ലേബർ ഇന്ത്യ കാശ് കൊടുത്ത് വാങ്ങുന്നത് പോലെ നമ്മൾ മുഹമ്മദ് മുബാറക് മാസ്റ്ററും മറ്റ് പ്രത്യേകവും തയ്യാറാക്കിയ ലേബർ ഇന്ത്യ മോഡലിലുള്ള ബുക്കുകൾ നമുക്ക് ലഭ്യമാണ്. അത് നേരത്തെ നമ്മളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ അസൈൻമെന്റ് തുടക്കത്തിലെ തയ്യാറാക്കാം. നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്കെല്ലാം തന്നെ തയ്യാറാക്കാം. നല്ല വളരെ മനോഹരമായിട്ട് ചെയ്യാം. അടുത്ത കൊല്ലത്തിലേക്ക് ഇതിപ്പോ സെക്കൻഡ് ഇയർകാർ ഇതിന്റെ അകത്തുണ്ട്, തേർഡ് ഇയർകാർ ഇതിന്റെ അകത്തുണ്ട്. രജിസ്ട്രേഷൻ ഇനിയും പൂർത്തിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ തന്നെ ബുക്ക് വാങ്ങിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ഡിഗ്രിക്ക് 8 പേപ്പർ,
ഡിഗ്രിക്ക് CBCS ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന് ഫസ്റ്റ് ഇയറിൽ 8 പേപ്പർ, സെക്കൻഡ് ഇയറിൽ 10 പേപ്പർ, തേർഡ് ഇയറിൽ 8 പേപ്പർ. സാധാരണഗതിയിൽ സാറേ ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിലും ഇന്ന പോർഷൻ പഠിച്ചാൽ മതി എന്ന് മാഷന്മാര് ടീച്ചർമാര് പറയുമല്ലോ. അതുപോലെ ഇഗ്നോയിലെ വല്ല പോർഷൻ കണക്കുണ്ടോ എന്ന്. ഇഗ്നോയിലെ ബുക്കിലുള്ളത് എല്ലാം പോർഷനാണ്. ചിലപ്പോൾ ഒന്നാമത്തെ പേജ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക, ചിലപ്പോൾ അവസാനത്തെ പേജ് ആയിരിക്കും, ചിലപ്പോൾ നടുവിലുള്ളതായിരിക്കും, എല്ലാം കൂടിയിട്ടായിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ടും ഇല്ല. ഇഗ്നോ തരുന്ന ബുക്കുകളെല്ലാം പഠിക്കാനുള്ളതാണ്, സബ്ജക്ട് എല്ലാം പഠിക്കാനുള്ളതാണ്. ഒരു പേപ്പർ നഷ്ടപ്പെട്ടാൽ ആ ടീച്ചർക്ക്, ഹിന്ദി ടീച്ചർക്ക് പറ്റിയ അബദ്ധമാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പം 9ാമത്തെ മാസത്തിൽ അസൈൻമെന്റ് വെക്കണം, 9ാമത്തെ മാസത്തിൽ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം. അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷൻ, അതുകൊണ്ടാണ് അത് രജിസ്ട്രേഷൻ. നിങ്ങളെല്ലാം ഒരു കൊല്ലത്തേക്കോ ഒരു സെമസ്റ്ററിലേക്കോ ആണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഒരു കൊല്ലത്തിലേക്ക് അത് എങ്ങനെ? അയ്യോ സാറേ അത് ഏതാണ്? ബേജാറാകണ്ട. നിങ്ങളുടെ കയ്യിലുള്ള അപ്ലിക്കേഷൻ ഫോമിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ MCOMന് 8 എണ്ണമാണോ? ഓക്കെ. MA ഇംഗ്ലീഷിന് 4 എണ്ണമാണോ? ഓക്കെ. അതെല്ലാം ഒരു കൊല്ലത്തിനുള്ളതാണ്. അതിന് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്നൊക്കെ തരും. അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും കുട്ടികളോട്, നിങ്ങളുടെ പരീക്ഷ 11 മാസം കഴിഞ്ഞിട്ടേ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത് ആ സന്ദർഭത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോ ഈ ടീച്ചർ അയ്യോ ഞാൻ പരീക്ഷ എഴുതുന്നില്ല, പരീക്ഷ എഴുതിയില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യണം, എഴുതി വെച്ചോളൂ. പരീക്ഷ എഴുതിയില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യണം, പരീക്ഷ എഴുതിയില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലേ ഇപ്പൊ 9ാമത്തെ മാസത്തിൽ അടുത്ത കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞു. ആ രജിസ്ട്രേഷന്റെ ടൈം അവസാനിക്കുന്നത് ആ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ. അങ്ങനെ ജൂലൈ 24ലേക്ക് 2ാമത്തെ വർഷത്തെ രജിസ്റ്റർ ചെയ്തു. അത് ജൂൺ 24 25 2ാമത്തെ വർഷത്തെ പരീക്ഷ, ജൂൺ 26 3ാമത്തെ വർഷത്തെ പരീക്ഷ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂൺ 26 ഡിസംബർ 26 ജൂൺ 27 ഡിസംബർ 27 എപ്പോ വേണമെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതിക്കോ. പക്ഷെ ആദ്യമേ രജിസ്റ്റർ ചെയ്താലേ ആ 6 കൊല്ലത്തെ അനുവാദം കിട്ടുകയുള്ളൂ. അയ്യോ ഞാൻ ഗൾഫിൽ പോയി, അയ്യോ എനിക്ക് ഇരട്ട കുട്ടികളെ ഞാൻ പ്രസവിച്ചു, ഇങ്ങനെയൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഓരോരുത്തരും വരുന്നതാണ്. അവരൊക്കെ ഇന്ന് ഞാൻ പ്രത്യേകം ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിപാലിച്ചോ? മുബാറക് ഭാഷന് ഡാറ്റ മാത്രം ഒന്ന് അയച്ചു തന്നാൽ മതി. ഞാൻ തരുന്ന അക്കൗണ്ടിലേക്ക് ആ കാശും അങ്ങോട്ട് അയച്ചാല് രജിസ്ട്രേഷനൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു വെക്കും. നിങ്ങൾ അവിടെ സേഫ് സോൺ, കുട്ടീനെ വളർത്തിക്കോളൂ. ഇരട്ട കുട്ടികൾക്ക് സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾ അവിടെ വളർത്തി വലുതാക്കുക. നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പാകപ്പെടൂലേ? അപ്പൊ ഒരു ഡാറ്റ മാത്രം വെച്ച് പരീക്ഷയ്ക്ക് ഫീസ് അടച്ച് അതിനു മുമ്പേ ഈ ബുക്കുകൾ വാങ്ങിച്ചാൽ പഠിച്ച് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യും. അപ്പൊ പരീക്ഷ എഴുതാൻ നിങ്ങൾ പോകുന്നു. 2ാമത്തെ കൊല്ലത്തിൽ എഴുതി, കിട്ടിയില്ല, കിട്ടണ്ട. 2.5ാമത്തെ കൊല്ലത്തിൽ, 3ാമത്തെ കൊല്ലത്തിൽ, 3.5ാമത്തെ കൊല്ലത്തിൽ കിട്ടണമെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ ഈ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് വച്ചിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഷേ എനിക്ക് 2ഉം കൂടി ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അത് പള്ളിയിൽ തന്നെ പോയി പറയണം. എല്ലാ നാട്ടിലും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളികളും ഉണ്ട്. അങ്ങനെയൊന്നും പോയി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ അലൗഡ് കോഴ്സ് പീരീഡ് വി ക്യാൻ ഡു. അനുവദിക്കപ്പെട്ട കോഴ്സ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ MSc CFT ചെയ്ത വ്യക്തി ഏത് പീരീഡിലാണ് ഇനി ഞാൻ ഈ 3 എണ്ണം ചെയ്യേണ്ടത്, അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ എനിക്ക് എന്ത് സംഭവിക്കും, അതിന്റെ ഇടക്ക് മറ്റൊന്ന് സംഭവിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾ തന്നെ കൃത്യമായി നോക്കി മനസ്സിലാക്കി ഒരു ധാരണയിൽ എത്തണം. അവനവന്റെ കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. 430-ൽ പരം പ്രോഗ്രാമാണ് ഇഗ്നോയ്ക്ക്, 3000-ൽ പരം കോഴ്സാണ്, 12 പേജുള്ള ഷീറ്റിലെ പരീക്ഷയുടെ കോഡ് വരുന്ന ടൈം ടേബിളാണ്. ആ ടൈം ടേബിളിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയുടെ പേപ്പർ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ DEGC 101 കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഈ 12 പേജും ചിലപ്പോൾ നടന്നിട്ട് ആ സാധനമുണ്ടോ അതുണ്ടോ എന്നിങ്ങനെ തിരയേണ്ട അവസ്ഥ ഉണ്ടാകും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേറെ എളുപ്പപ്പണികൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. Ctrl F അല്ലെങ്കിൽ സെർച്ചോ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ സാധനങ്ങൾ ഭംഗിയായിട്ട് കിട്ടും. അപ്പോ 4000-6000 ചില്ലാനം കോഴ്സുകൾ, 430-ൽ പരം പ്രോഗ്രാമുകളുള്ള അതിഗംഭീരമായ ഒരു യൂണിവേഴ്സിറ്റി. ഒരു സന്തോഷ വർത്തമാനം അറിയിച്ചോട്ടെ,
കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇന്നെല്ലാവരും ഒരു വാക്ക് ചെയ്യണം. ഒരു 25 പൈസയുടെ പോസ്റ്റ് കാർഡ് വാങ്ങിച്ച് ഒരു ഇഗ്നോ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അധികാരികൾക്ക് ഞാൻ അറിയിക്കുന്നു. എന്റെ അഭിനന്ദനങ്ങൾ, മുബാറക് മാസ്റ്ററല്ല, താങ്കളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇഗ്നോയുടെ എല്ലാ കോഴ്സുകൾക്കും താങ്കൾ ഇക്വലൻസി കൊടുക്കുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് അത്യധികം സന്തോഷം. ഇത് പബ്ലിക്കായിട്ടാണ് പറയുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു. എല്ലാ കോഴ്സുകൾക്കും, ഈ ഇഗ്നോ നൽകുന്ന എല്ലാ കോഴ്സുകൾക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുക്കുന്നു. ബ്രാക്കറ്റിൽ യൂണിവേഴ്സിറ്റികൾ ഒന്നും ഇഗ്നോയ്ക്ക് അംഗീകാരം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് അംഗീകരിച്ച സ്ഥാപനമാണ്. CBSE സ്കൂളിന് കേരള ഗവൺമെന്റ് അംഗീകാരം കൊടുക്കേണ്ട കാര്യമില്ല. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇഗ്നോ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ 3.5 ജില്ലക്കോ 2 ജില്ലക്കോ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി അംഗീകാരം തന്നോളണം എന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ എന്നാലും ആ വാക്ക് പറഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് അഭിനന്ദനങ്ങൾ. അതിന്റെ യഥാർത്ഥ റൂള് അങ്ങനെ ഒരു റിക്കഗ്നൈസേഷൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. PSCക്കും അറിയാം. നമ്മുടെ ശ്രീമതി ബിന്ദു മേഡം, ആദരണീയയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുകളിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചാലും സാറേ PSC അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ഈ കൂട്ടത്തിലുള്ളവർ തന്നെ ചോദിക്കും. ഈ ഉള്ള 74 പേരിൽ തന്നെ ചോദിക്കും സാറേ PSCക്ക്. ആരും അങ്ങനെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നെങ്കിൽ അവരുടെ അജ്ഞതയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ തരുന്ന വീഡിയോസ് അവർക്ക് ഇട്ടുകൊടുക്കുക. അതും അവർക്ക് മനസ്സിലാവില്ല. സാർ എന്റെ അഡ്രസ്സിൽ തെറ്റുണ്ട്, അതൊക്കെ നമുക്ക് തിരുത്താം, ബേജാറാകണ്ട. ഒരു വലിയ സംഗതികളുടെ ഇടയിൽ നമുക്ക് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കണം. പറയണത് ആരാന്നറിയാമോ? UGC. ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും നിയന്ത്രിക്കുന്നത് UGC ആണ്. ആ UGC പറയുന്നു ഇഗ്നോ എന്ന് പറയുന്നത് UGCയുടെ നിയന്ത്രണത്തെക്കാൾ ഉയരത്തിലാണ് അതിന്റെ പ്രവർത്തനം. UGC പറയുന്നത് 132 ക്രെഡിറ്റ് എടുത്തിട്ട് ഒരു സയൻസ് വിഷയം ഡിഗ്രി പഠിക്കണം എന്നാണ്. ഇഗ്നോ 148 ക്രെഡിറ്റ് പഠിച്ചാലേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ഇഗ്നോ ആണോ വലുത്, UGC ആണോ വലുത്? UGCയുടെ കീഴിൽ വരേണ്ടത് തന്നെയാണ് ഇഗ്നോ. പക്ഷെ UGC തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇഗ്നോയെ ഞങ്ങൾ UGCയുടെ അപ്പുറത്തെ അടുക്കും മേലെ, അതിന്റെ മേലെയായതുകൊണ്ട് UGCയുടെ നൂലാമാലകൾ, UGCയുടെ ചട്ടവട്ടങ്ങൾ, UGCയുടെ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ള വസ്തുതയിൽ നിന്ന് ഇഗ്നോയെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാണ്ട് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. UGCയുടെ ആ കൺട്രോൾ മെക്കാനിസം വേണ്ട, ഇല്ല എന്നല്ല. കൺട്രോൾ മെക്കാനിസം ഉണ്ട്, പക്ഷെ UGCയേക്കാൾ വലുതായതുകൊണ്ട് അത് വേണ്ട. അതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. അതിന്റെ ഒന്നാമത്തെ തലവൻ നമ്മളെ രാഷ്ട്രപതി നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് വിസിറ്റർ ഓഫ് ഇഗ്നോ എന്ന് പറയുന്നത്. പിന്നെ അതിന് താഴെയാണ് വൈസ് ചാൻസലർ തുടങ്ങിയ പദവികൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ രാഷ്ട്രപതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അതിന്റെ ടോപ്പിലുള്ളത്. പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇനി അടുത്ത ചോദ്യത്തിൽ നിന്ന് ഞാൻ മറ്റൊരു ദിശയിലേക്ക് പോകാം. താങ്ക് യു മിസ് ഹബീബുൽ ബഷർ. യെസ്, അടുത്ത ആൾ. ചോദിച്ചോളൂ സിനാൻ. ഞാന് സാറിനോട് പേഴ്സണലി വാട്സപ്പിൽ ചോദിച്ചതാണ്. ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, BCom. അപ്പൊ ഞാൻ എക്സാം എഴുതിയിരുന്നു ജൂണില്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചോദ്യമാണ്. ആ ചോദ്യം ഒന്നും കൂടി ഉറക്കെ ചോദിച്ചോളൂ. എക്സാം എഴുതി ജൂണില്, ഞാൻ അസൈൻമെന്റ് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് സബ്മിറ്റ് ചെയ്തിരുന്നില്ല. അപ്പൊ സാറ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ സാറിനോട് ചോദിച്ചപ്പോ രജിസ്റ്റർ ചെയ്തോളാൻ പറഞ്ഞു, എഴുതുന്നോണ്ട് കുഴപ്പമില്ലാന്ന്. ഞാൻ എക്സാം എഴുതി, അസൈൻമെന്റ് വെക്കാനുണ്ടായിരുന്നു, എപ്പോഴാ പഠിക്കാന്നുള്ളത്. ഇവരെയാണ് ഒരു അധ്യാപകരെ നിർത്തി തല്ലിയതിന് സമമായത്. സംഭവം അവരെന്നെ എല്ലാം പറഞ്ഞു. ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ധർമ്മസങ്കടം എന്നുള്ള വാക്കിനെ ഞാൻ വേറെ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നാണ്. ആദ്യം ഞാൻ പറഞ്ഞു
അസൈൻമെന്റ് എഴുതണം എന്ന്, അല്ലേ? അല്ലേ? ശ്രദ്ധിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി അസൈൻമെന്റ് എഴുതാൻ, യെസ് അതെ ആണോ അല്ലേന്ന് മാത്രം ഇവിടെ ഒരു തെളിവ് നിരത്തിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അസൈൻമെന്റ് എഴുതണം എന്ന് ഞാൻ പറഞ്ഞു. അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി. പരീക്ഷയുടെ ടൈം വന്നു. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ സാറേ ഞാൻ എന്ത് ചെയ്യണം, അസൈൻമെന്റ് എഴുതി പൂർത്തിയായിട്ടില്ല എന്ന് എന്നോട് ഒരു സങ്കടം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അസൈൻമെന്റ് എഴുതാൻ കുറച്ചും കൂടി സമയം തരാം, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കൂ എന്ന് പറഞ്ഞു, അല്ലേ? അതെ, പരീക്ഷയ്ക്ക് നമ്മൾ ഫീസ് അടച്ചു, പരീക്ഷയും എഴുതി. പക്ഷെ ഇനിയും അസൈൻമെന്റ് എഴുതി പൂർത്തിയായിട്ടില്ല. അപ്പൊ കുറ്റക്കാരൻ അധ്യാപകൻ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല. അല്ല, ഇനി എന്ത് സംഭവിക്കുമെന്നല്ലേ? ഇനി എന്ത് സംഭവിക്കുമെന്നല്ലേ ഉത്തരം ലളിതം. പക്ഷെ അങ്ങനത്തെ ഒരു സീന് ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. കാരണം ഇഗ്നോയില് നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ അതിലൊരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അസൈൻമെന്റ് കൊടുക്കുകയോ സമയത്തിന് ഏൽപ്പിക്കുകയോ അസൈൻമെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നോ ഞാൻ ഇതിനാൽ സത്യവാങ്മൂലം നൽകുന്നു. ഇങ്ങനെ അസൈൻമെന്റ് കൊടുക്കുമെന്നും അല്ലെങ്കിൽ അസൈൻമെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നും ഞാൻ സത്യപ്രസ്താവന നടത്തുന്നു എന്ന് ഒരു യെസ്. നിങ്ങൾ ഇതില് പങ്കെടുത്തപ്പോ ഏറ്റവും അവസാനം ഗുരുദക്ഷിണ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യിപ്പിച്ചില്ലേ? സത്യത്തിൽ നിങ്ങളുടെ ഗുരുദക്ഷിണയൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ല. അതിൽ പക്ഷെ എത്ര പേരാന്നറിയാം ആ ചോദ്യം ചോദിച്ചിട്ട് അതിനൊരു ഡിക്ലറേഷനാണ്, ഒരു മുഴം മുമ്പേ എറിയുക. അതൊരു തന്ത്രമാണ്, അല്ലാണ്ട് നിങ്ങളടുത്ത് അതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഒരു മുഴം മുമ്പേ അത് എറിഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ഇഗ്നോ പറയുന്നത്, അസൈൻമെന്റ് എഴുതിയതിന് ശേഷമേ ഇത് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഇഗ്നോയിലെ അധികാരികൾ തന്നെ ഈ വീഡിയോ കണ്ടാലും നിങ്ങളുടെ അസൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ട് ആ തിയറി പേപ്പറിന്റെ മാർക്ക് തരാതൊന്നും ഇരിക്കില്ല. അത്രയും നല്ല പൊന്നോമന യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇഗ്നോ. മർക്കടമുഷ്ടിയുള്ള കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയില് അടുത്ത മാസം ഒരു നിയമയുദ്ധത്തിന് ഞാൻ പോവുകയാണ്. അടുത്ത മാസം ഒരു നിയമയുദ്ധത്തിന് പോവുകയാണ്. കാരണം എന്റെ കൈവശം അസൈൻമെന്റ് എല്ലാം ഉണ്ട്. പക്ഷെ അസൈൻമെന്റ് എഴുതാത്തതിന് ഫൈൻ വാങ്ങിക്കുന്ന ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നു. എനിക്കത് കേട്ടിട്ട് പൊരിഞ്ഞ് ഞാൻ നേരെ വൈസ് ചാൻസലർക്ക് മുബാറക് പാഷ സർ അദ്ദേഹത്തിന് അടക്കം ഞാൻ മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു, കൊറിയർ അയച്ചു, എല്ലാം ചെയ്തു. അസൈൻമെന്റ് വെക്കാത്തതിന് ഫൈനോ? ഫൈൻ എന്തിനാ? തെറ്റ് ചെയ്താലാണ് പിഴ. അസൈൻമെന്റ് എഴുതാത്തത് തെറ്റാണോ? എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട്. ഞാൻ ICUലായിരുന്നു, അല്ലെങ്കിൽ എന്റെ കുടുംബം അങ്ങനെയായിരുന്നു. നിങ്ങൾ വന്ന് എനിക്ക് അതിനുള്ള നഷ്ടപരിഹാരം തരുമോ? ഞാൻ നിങ്ങൾക്ക് പിഴ തരാം. ഞാൻ അങ്ങനെ പറയുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകമുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള മർക്കടം മുഷ്ടിയുള്ള കുറെ യൂണിവേഴ്സിറ്റികളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ യൂണിവേഴ്സിറ്റികളെയും നല്ലതേ ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് നിലവിലെ അവസ്ഥ. ചുരുക്കത്തിൽ അസൈൻമെന്റ് എഴുതാത്തതിന് പിഴ വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. അസൈൻമെന്റ് പോലും എഴുതിയിട്ടില്ല സാർ, എന്റെ മാർക്ക് വരുമോ എന്ന് ഒരു സഹോദരി നമ്മളോട് ചോദിക്കുന്നത്. ബേജാറാകണ്ട, ഇഗ്നോ നമ്മോടൊപ്പമുണ്ട്. ഓരോ വിദ്യാർത്ഥിനിയുടെയും മനസ്സ് വ്യക്തമായി അറിയുന്ന നല്ല ഒന്നാം തരം അധ്യാപകരാണ്, നല്ല ഒന്നാം തരം എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. വിദൂര വിദ്യാഭ്യാസം എങ്ങനെ നടത്താം എന്നുള്ളതിൽ PhD നടത്തുന്ന സ്ഥാപനമാണ് ഇഗ്നോ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, നമ്മുടെ ജിയോഗ്രഫി, സോഷ്യോളജി എന്നൊക്കെ നമ്മൾ സബ്ജക്ട് പറഞ്ഞിട്ട് അതിൽ PhD പറയുന്നത് പോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ MA, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ PhD ഉള്ള ഒരു സ്ഥാപനമാണ് ഇഗ്നോ. ഹൗ ക്യാൻ വി കണക്ട്, ഹൗ ക്യാൻ വി കൺട്രോൾ, ഹൗ ക്യാൻ വി മേക്ക്, how can we establish the distance education wide range in India എന്ന് ചിന്തിക്കുന്ന വലിയ യൂണിവേഴ്സിറ്റി, PhD അടക്കം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി നമ്മളോട് ഇങ്ങനെ സില്ലി വർത്തമാനമൊന്നും പറയില്ല. ആരും അങ്ങനെ കരുതണ്ട. പിന്നെ ഉദ്യോഗസ്ഥർ ചിലര് പല രീതിയിലുണ്ടാവുമല്ലോ. അതിനാണല്ലോ നമ്മൾ ക്യാരക്ടർ എന്നും ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഉദ്യോഗസ്ഥന്റെ കുറ്റം കണ്ടിട്ട് യൂണിവേഴ്സിറ്റിയെ നമ്മൾ ഒരിക്കലും പഴിചാരരുത്. ഒരു യൂട്യൂബറുടെ ഒരു അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഒരു അക്ഷയക്കാരനെ പറ്റിയ പിശക് കൊണ്ട് നമ്മൾ ഇഗ്നോയെ കുറ്റപ്പെടുത്തേണ്ട. നമ്പർ 1 തന്നെയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നോ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു. ഓക്കെ സിനാൻ, പ്രശ്നം തീർന്നല്ലോ.
സാർ ഈ അസൈൻമെന്റ് ഇനി എന്നാ സബ്മിറ്റ് എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്ന് എത്രയും പെട്ടെന്ന് ചെയ്ത് അയച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യണം. അയക്കണം. ഓക്കെ. അതും പറഞ്ഞുകൊണ്ട് പിടിച്ചു തൂങ്ങരുത്. ഇപ്പൊ നിങ്ങളാണ് കുറ്റവാളി എന്ന് സ്വയം തിരിച്ചറിയുക. ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ആൾ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞോളൂ സനോജ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ. ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്. ഇപ്പോ MSc എൻവയോൺമെന്റൽ സയൻസ് ചെയ്യാൻ കൂടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അതെ. സാറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ. എനിക്ക് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഴുതിയെടുത്തോളൂ എല്ലാവരും. ഇഗ്നോ അത് സോഫ്റ്റ് കോപ്പി എല്ലാവർക്കും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ തന്നിട്ടുണ്ട്. എന്റെ 40-ൽ കൂടുതൽ വീഡിയോസ് ഹൗ ക്യാൻ ഡൗൺലോഡ് സ്റ്റഡി മെറ്റീരിയൽ, അസൈൻമെന്റ്, മറ്റു പലതും ഹൗ ക്യാൻ ഡൗൺലോഡ് എന്നുള്ള ഒരു 20-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ തന്നെ തന്നിട്ടുമുണ്ട്. പക്ഷെ ഈ 2000 വീഡിയോയിൽ നിന്ന് എങ്ങനെ തപ്പിപ്പിടിക്കും? പക്ഷെ അതൊന്നും എനിക്ക് അയച്ചതാ എന്ന് പറയുന്നവരുമുണ്ട്. ഈ 2000-ൽ നിന്ന് ഞാൻ തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അതിൽ വിവരം വാങ്ങണമെന്ന് എനിക്ക് വല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വിഷയം ഇത്രയേ ഉള്ളൂ. ഇഗ്നോയുടെ ഹോം പേജ് www.igno.ac.in അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതില് ഈ ജ്ഞാൻ ഘോഷ്, ജ്ഞാൻ മത്ലബ് നോളജ്, അറിവ്, ഘോഷ് ഭണ്ഡാരം, ട്രഷറി, ഭണ്ഡാരം, അറിവിന്റെ നിധി എന്നുള്ള ആ ഒരു ലിങ്കില് എല്ലാ സംഗതികളും ഉണ്ട്. നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും MSc CFTയിലെ ഒരു വ്യക്തി ഞാൻ സോഫ്റ്റ് കോപ്പി മതി, അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, സോഫ്റ്റ് ഇഡ്ഡലി ആണെങ്കിൽ കുറെ ഒരു കൈ പറക്കണം. ആனா ഇത് സോഫ്റ്റ് ആയിരുന്നില്ല, നമ്മ എന്നെ പണ്ടത് ഒന്നും ചെയ്യാൻ മുടിയാതെ. അത് സോഫ്റ്റ് കോപ്പി മതി എന്ന് പറഞ്ഞിട്ട് അവർ അതിലേക്ക് ചെയ്തു. അവസാനം 8000-ൽ പരം പേജ്, ഒരു പേജിന് 1 രൂപ വെച്ച് മുടക്കുകയാണെങ്കിൽ 1 രൂപയ്ക്കൊന്നും ഡയറക്റ്റ് പ്രിന്റ് കിട്ടില്ല, അത് വേറെ വിഷയം. ഓക്കെ, 1 രൂപ തന്നെ വിചാരിച്ചോളൂ. 8000-ൽ പരം പേജ്, 8000 രൂപ. ഇവിടെ ലാഭം 1000 രൂപ, 15% ലാഭം കിട്ടി. അങ്ങനത്തെ മണ്ടത്തരം ആരും ചെയ്യരുത്. ഞാൻ പറയുന്നത് ഇഗ്നോയുടെ ബുക്കും വേണം, ഒപ്പം തന്നെ മുബാറക്ക് മാഷെടുത്ത് പോയിന്റ് നമ്പർ 4-ലെ ഫോം തന്നിട്ട് അഡീഷണൽ ഈ റെഫറൻസ് മെറ്റീരിയലും കൂടി വാങ്ങിച്ച് 60 മാർക്കാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 80 മാർക്ക് വാങ്ങൂ. 60 മാർക്ക് വരെ സിംപ്ലി എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ആ 20 മിനിറ്റിന് പരീക്ഷ എഴുതിയതിൽ 15 മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള അവസാനത്തെ 5 മിനിറ്റിൽ എഴുതിയതില്ലേ, അത് അതികഠിനമായ സംഗതിയാണ്. അത് കിട്ടണമെങ്കിലോ പല തരത്തിലുള്ള റെഫറൻസ് ഞാൻ അതിന്റെ ഗൈഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. പല തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയൽ മലയാളത്തിലെ ക്ലാസ്സുകൾ നമുക്ക് എഡ്ജ് തരുന്നുണ്ട്. ഡിഗ്രിയുടെയും MA ഇംഗ്ലീഷിന്റെയും ഒക്കെ തരുന്നുണ്ട്. അവരുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തോളൂ. പച്ചയായ മലയാളത്തിലെ ഇംഗ്ലീഷ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പിന്നീട് ഇംഗ്ലീഷിൽ തന്നെ അങ്ങനെ തുടക്കത്തിൽ മലയാളത്തിൽ പറഞ്ഞ് അവസാനം ഇംഗ്ലീഷിൽ എത്തി, ഇംഗ്ലീഷിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് വിഷയത്തിലേക്ക് വന്ന് ആ വിഷയം നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇറക്കി തന്ന് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ക്ലാസ്സുകൾ തന്ന് 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് തന്ന് 60% മാർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് 80%-ൽ കൂടുതൽ മാർക്കുകൾ വാങ്ങിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന 2 ടൂളാണ് ഈ സെൽഫ് റിലയൻസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, റെഫറൻസ് മെറ്റീരിയലും ഈ എഡ്ജ് നൽകുന്ന ക്ലാസ്. ഇന്ന് ഇന്ത്യയിൽ നൽകുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് 1000 വട്ടം ആണയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇതിനാരെങ്കിലും എഡ്ജിന്റെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളവരുണ്ടോ? ഒരാൾ 1 മിനിറ്റ് ഒന്ന് പറയൂ എഡ്ജിന്റെ അവതരണം എന്താണ് എന്ന്, ഫോർ ദ കോമൺ പീപ്പിൾസ് പറഞ്ഞോളൂ. ഞാൻ കാണാറുണ്ട്, നല്ല ക്ലാസ് ആണ് ഇംഗ്ലീഷിന്റെതൊക്കെ. MA ഇംഗ്ലീഷിന്റെ ക്ലാസ് വളരെ നല്ലതാണ്. ഓക്കെ. എത്രയാണ് അവർ ഫീസ് വാങ്ങുന്നത്? പക്ക അങ്ങനെ തന്നെ ചോദിക്കാം. ഒരു സബ്ജക്റ്റിന് എത്രയാണ് ഫീസ് വാങ്ങുന്നത്? 600 രൂപ മാത്രം ഒരു വിഷയത്തിന്. 4 × 6
2400 രൂപ കൊണ്ട് ഒരു MA ഇംഗ്ലീഷ് 10 പ്രാവശ്യം സ്റ്റഡി സെന്ററിൽ പോകാൻ ബസ്സിന് ആകും ഈ കാശ്. അണിഞ്ഞൊരുക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് കുളിച്ച് റെഡിയാക്കി നോക്കുന്നതാകാൻ ഒരു പെൺകുട്ടിക്ക് ഒരു 100 രൂപ എങ്കിലും വേണം ഒരു ദിവസത്തിന്. അങ്ങനെ ഒരു ബസ്സിൽ മൊത്തം ഒരു 300 രൂപ, ഇടയ്ക്കൊരു ലഞ്ച് എല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു 500 രൂപ. അങ്ങനെ ഒരു 10 പ്രാവശ്യം പോയിട്ട് വന്നാല് 5000 രൂപ. ഇത് അതിനേക്കാൾ താഴെ ക്ലാസ്സുകൾ വീട്ടിലിരുന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ മട്ടുപ്പാവിൽ ഇരുന്നിട്ടോ എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്ന ഇതൊക്കെ കൊറോണ നമുക്ക് നൽകിയ പാഠമാണ്. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്. അതിന്റെ അവതരണം എങ്ങനെയുണ്ട് മിസ് ഫസീല? ക്ലാസ് നല്ല ക്ലാസ്സുകളാണ്. ഓക്കെ 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 ഐ താങ്ക് ഓക്കെ, വളരെ നല്ല അഭിപ്രായം. ഇനി അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ വിട്ടുപോയിട്ടുള്ളത് ഇനി അടുത്ത 1-2 പോയിന്റിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. ഇനി അടുത്ത ചോദ്യം വന്നോട്ടെ. സാർ ഒരു മിനിറ്റ്, എൻവയോൺമെന്റൽ സയൻസിന് ക്ലാസ് വരുന്നുണ്ടോ? ഇല്ല, അത് ഡിഗ്രിയും അതുപോലെ MA ഇംഗ്ലീഷും ഇനി 1 by 1 ആയിട്ട് വരട്ടെ എന്നും അവർക്ക് ശക്തി പകരാം. താങ്കൾക്ക് എൻവയോൺമെന്റൽ സയൻസിന്റെ റെഫറൻസ് മെറ്റീരിയൽ ഞാൻ ഉടനെ എത്തിക്കാം കേട്ടോ. എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടല്ലോ. ഉടനെ എത്തിക്കാം. അണ്ടർ പ്രിന്റിംഗ് ആണ്. ചിലത് നമ്മൾ 5000 പേര് ഡിമാൻഡ് ഉള്ളതും 50 പേര് ഡിമാൻഡ് ഉള്ളതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. BBAക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. BBAക്ക് ക്ലാസ് ഉണ്ട്. യെസ്, പറഞ്ഞോളൂ. അടുത്ത ഒരാൾ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സർ, നമ്മുടെ ഈ സ്റ്റഡി സെന്ററും ഈ റീജിയണൽ സെന്ററും തമ്മിലുള്ള ഇതിന് തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായും പറഞ്ഞു തരാം. അതായത് പറഞ്ഞു തരാം കൃത്യമായി. ഇപ്പൊ നല്ലൊരു പോയിന്റ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കീഴില് 54 സ്റ്റഡി സെന്റർ ഇന്ത്യയില്. ലക്ഷദ്വീപിലും സ്റ്റഡി സെന്റർ ഉണ്ട്. ഓൺലൈൻ പ്രോഗ്രാം ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ ഒരു കാരണവശാലും ഓൺലൈൻ പ്രോഗ്രാമിന് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല. അതിന് എനിക്ക് എതിര് മാത്രമല്ല വെറുപ്പുമാണ്. പലരും ജീവിതത്തെ തൊലയ്ക്കുകയാണ് ആ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ. ഇഗ്നോർ ചെയ്യുന്നു. അത് വേറെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അനുവദനീയമാകുന്നത്, അല്ലെ? വേറെ ഒരു തലത്തിലാണ് അത് അനുവദനീയമാകുന്നത്. ഒരു നോർമൽ കുട്ടിക്ക് ഒരു കാരണവശാലും അത് ചെയ്യേണ്ട കാര്യമില്ല. ഓൺലൈനിലെ ക്ലാസ്സുകൾ, ഓൺലൈനിലെ സർട്ടിഫിക്കറ്റ്, OL എന്നുള്ള സർട്ടിഫിക്കറ്റ്, അതെല്ലാം വളരെ അപകടകാരിയാണ്. അത് ഭാവിയെ തൊലയ്ക്ക്. അത് പറഞ്ഞു തരുമെന്നാണ് ക്വാറൽ എന്നോട് വഴക്ക്. ഞാനത് പറഞ്ഞു കൊടുക്കാറില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. കാരണം പലതുമാണ്. കാരണം അത് ഇല്ല, വേണ്ട എന്നുള്ളത്, ഇല്ല എന്നുള്ളത് നമ്മൾ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം. അറിയുന്നതിന് നന്നായി പറയുക, വേണ്ട എന്നുള്ളതും നെഗറ്റീവ് ഒന്നും കൂടുതൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കാതിരിക്കുക. അതങ്ങനെ നടന്നോളുക. നമ്മളത് ചോദിച്ചു വരുന്നവരത്ത് വേണ്ട എന്നുള്ളത് പറഞ്ഞു നിർത്തുക. അത് എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതൊക്കെ പറയുമ്പോൾ അത് പല ആംഗിളിലേക്ക് അതിങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് തീരും. അത് വേണം. അപ്പൊ നമുക്ക് 5000 പേര് ആവശ്യപ്പെടുന്നതും 50 പേര് ആവശ്യപ്പെടുന്നതും തമ്മിൽ മുൻഗണന നമ്മൾ കൊടുക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്ന, പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ MA എജു അത് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. BA എഡ്യൂക്കേഷൻ, MA എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുട്ടികളെ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ MA എജുവിന്, MA ഹിസ്റ്ററിക്കൊക്കെ ഇഷ്ടംപോലെ ബുക്കുകൾ നമുക്ക് ബുക്കുകൾ അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ, റെഫറൻസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് MSc CFT സ്റ്റഡി മെറ്റീരിയൽ ഉടൻ നമുക്ക് ലഭ്യമാക്കാം. ഓക്കെ, അടുത്തത് BA ഓണേഴ്സിന്, BA സോഷ്യോളജിക്ക്, എല്ലാ BAക്കും BSW BScക്ക് എല്ലാ ക്ലാസ്സുകളുണ്ട്. അതിനെല്ലാം റെഫറൻസ് മെറ്റീരിയലും ലഭ്യമാണ്. യെസ്, അടുത്ത ഒരു ചോദ്യം വന്നോട്ടെ. ഹലോ സർ. പറഞ്ഞോളൂ സർ. ഞാൻ ഇപ്രാവശ്യം എക്സാം എഴുതുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് കാരണം? നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് കാരണം? പ്രഗ്നന്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. റീ രജിസ്റ്റർ ചെയ്യണം, അസൈൻമെന്റ് കൊടുക്കണം. അസൈൻമെന്റ് കൊടുത്തിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വെറുതെ ഇരിക്കല്ലേ, കൂടുതൽ അധ്വാനിക്കാതെ റെസ്റ്റ് ഇരിക്കുകയല്ലേ. അപ്പൊ ഭംഗിയായിട്ട് അസൈൻമെന്റ് ഒക്കെ ആദ്യമേ ചെയ്ത് കഴിയൂ. അസൈൻമെന്റ് അയച്ചു കൊടുക്കും. എല്ലാവരും അസൈൻമെന്റ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ലോലോ എന്ന് പറഞ്ഞ് നടക്കണ്ട. പോസ്റ്റ്മാന്റെ അടുത്ത് കൊടുത്ത പോസ്റ്റ്മാൻ പൊയ്ക്കോളൂ. സർക്കാർ നടക്കാൻ കാശ് കൊടുത്ത് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി കാശ് ചെലവാക്കണ്ട. 60 രൂപ 80
രൂപ 110 രൂപയ്ക്ക് പോസ്റ്റ് ചെയ്താൽ അത് രജിസ്റ്റേർഡ് പോസ്റ്റിലേക്ക് എത്തും. അപ്പൊ അസൈൻമെന്റ് നമ്മൾ എത്തിക്കേണ്ടത് എവിടെയാണ്? സ്റ്റഡി സെന്ററിലാണ് അസൈൻമെന്റ്. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കീഴിലെ ഈ പറഞ്ഞതുപോലെയുള്ള സ്റ്റഡീസ് റീജിയണൽ സെന്ററുകൾ, ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും 10, 15, 8, 4 സ്റ്റഡി സെന്ററുകൾ. സ്റ്റഡി സെന്ററാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. സ്റ്റഡി സെന്ററിന് ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പൊ എഴുതി വെച്ചോളൂ, സ്റ്റഡി സെന്റർ കോഡ് അറിയണം. സ്റ്റഡി സെന്റർ കോഡ്, സ്റ്റഡി സെന്റർ കോഓർഡിനേറ്റർ, സ്റ്റഡി സെന്റർ അഡ്രസ്, സ്റ്റഡി സെന്റർ ഇമെയിൽ, റീജിയണൽ സെന്റർ, റീജിയണൽ ഡയറക്ടർ, അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർമാർ. കേരളത്തിലുള്ള 3 റീജിയണൽ സെന്ററിലും എന്റെ സുഹൃത്തുക്കൾ, എന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഉണ്ട്. 3 എണ്ണത്തിലും ഉണ്ട്. ഓക്കെ. അപ്പൊ 20 കൊല്ലത്തെ പരിചയമാണ് എനിക്ക് ഇഗ്നോയുമായിട്ട്. അതിന്റെ അകത്തളങ്ങളിൽ വളരെ പരിപൂർണമായിട്ട് ചെയ്തിട്ടുള്ള ഈ വർഷം ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള അസൈൻമെന്റ് ഒക്കെ തുടങ്ങിയോ? അത് വന്നിട്ടുണ്ട്. സൈറ്റിൽ ഓൾറെഡി ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബുക്കൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗ്യാൻ ഘോഷിൽ നിന്ന് നമ്മൾ വേറെ എങ്ങോട്ടോ തെറ്റിപ്പോയി. ഈ ഗ്യാൻ ഘോഷ്, അറിവിന്റെ ഭണ്ഡാരം, അതിന്റെ അകത്തേക്ക് പോയാൽ നമുക്ക് എല്ലാറ്റിന്റെയും സംഗതികൾ കിട്ടും. പക്ഷെ ആ സംഗതികൾ കിട്ടുന്നതിന് മുമ്പ് ഞാൻ തന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമില് നിങ്ങൾ ഏത് സ്കൂൾ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. സ്കൂൾ കോഡ്. നിങ്ങൾ 10, 12 ക്ലാസ്സിൽ പഠിച്ച സ്കൂൾ അല്ലട്ടോ. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, സ്കൂൾ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള സ്കൂൾ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നാടൻ ഭാഷയിൽ പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഓരോ സ്കൂൾ. അപ്പൊ ഏത് സ്കൂളിലാണ്? സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എന്തൊക്കെയുണ്ട്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെയുണ്ട്, സ്കൂൾ ഓഫ് കൊമേഴ്സിൽ എന്തൊക്കെയുണ്ട്, സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ എന്തൊക്കെയുണ്ട്, സ്കൂൾ ഓഫ് ടൂറിസത്തിൽ ഏതൊക്കെയുണ്ട്. ഇങ്ങനെ ചോദിച്ചിട്ട് എം.കോം ഏത് സ്കൂളിലാണ് വരിക എന്നൊരു ചോദ്യം ദയവേത് എന്നോട് ചോദിക്കരുത്. കാരണം അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഞാൻ എന്നെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിലല്ലോ അറിവ്. നിങ്ങളാണ് കണ്ടെത്തേണ്ടത് നിങ്ങൾ ഏത് സ്കൂളിലാണ് എന്ന്. ഓക്കെ. ഞാൻ ഒരിക്കലും കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്നെ കുറ്റപ്പെടുത്തരുത്. അപ്പൊ സ്കൂൾ എന്താണ് എന്ന് അറിയണം. ആ ഗ്യാൻ ഘോഷിൽ നിന്ന് നിങ്ങളുടെ ഡാറ്റകൾ സ്വീകരിക്കണം. പക്ഷെ ആ ഡാറ്റകൾ ഇങ്ങനെ ഏത് നേരവും ഈ എൻവയോൺമെന്റൽ സയൻസ് ഇതിൽ തന്നെ നോക്കിയിട്ട് ആകാശത്തിൽ നിന്ന് ഈ മഴ കൊട്ടുന്നതൊക്കെ ഇത് എങ്ങനെയാ? ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമുക്ക് ഗ്യാൻ ധാര എഴുതിയെടുത്തോളൂ. ഗ്യാൻ ഘോഷ് എഴുതി. ഗ്യാൻ ധാര, അറിവ് ഒഴുകുന്ന റേഡിയോ പ്രഭാഷണമുണ്ട്. ഗ്യാൻ വാണി, ഗ്യാൻ ദർശൻ, ദൂരദർശൻ പോലെ അറിവിന്റെ ദർശൻ, ഗ്യാൻ ദർശൻ. ഇതിലൊക്കെ നമുക്ക് കൗടില്യ, ചാണക്യ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള TV പ്രക്ഷേപണങ്ങളിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് ഇഗ്നോ തരുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നിർബന്ധമായും താഴെ ഫൈൻഡ് മൈ പ്രോഗ്രാം ഗൈഡ്. പ്രോഗ്രാം ഗൈഡ് നിങ്ങൾ കണ്ടെത്തണം. ഡൗൺലോഡിൽ പോയാൽ കിട്ടും പ്രോഗ്രാം ഗൈഡ്. പ്രോജക്റ്റ് മാനുവൽ, പ്രോജക്റ്റ് ചെയ്യുന്ന എല്ലാവരും പ്രോജക്റ്റ് മാനുവൽ, ഇന്റേൺഷിപ്പ് മാനുവൽ കണ്ടെത്തണം. ഇതെല്ലാം നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം, ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. മൊബൈലിലെ ഫയൽ മാനേജറിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിന്റെ അകത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോയി ഇട്ടോളൂ. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ പട്ടാമ്പിയിലെ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നപ്പോ രാവിലെ നേരെ ഏറി ബസ്സിൽ 6:10 ബസ്സിൽ കയറി ഇരുന്ന പിന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഇത് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ടാബായിരിക്കും. ഇത്തിരിയും കൂടി വലുതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടായിരുന്നു എന്റെ MSc CFT ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം ഈ അർത്ഥത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനോദ സമയങ്ങൾ വിജ്ഞാനപ്രദമായി ചെലവഴിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ക്ഷീണവും തോന്നില്ല. ഒരു കാർഡിയാക്ക് 12 കൊല്ലമായിട്ട് ഹാർട്ട് അറ്റാക്കിനും ന്യൂറോ സെൻസറി സ്ട്രോക്കിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂറോളം ചെറുപറ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിന് കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം വരട്ടെ. നമസ്കാരം. നമസ്കാരം. ശരത്.
ഹലോ സാർ. ആ പറഞ്ഞോളൂ. സാറ് ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പോ സാറാണ് എനിക്ക് അഡ്മിഷൻ എടുക്കുന്നത്. കണ്ണൂരിൽ എവിടെയാണ് സ്ഥലത്ത്? പാപ്പിനിശ്ശേരിയാണ്. പാപ്പിനിശ്ശേരി അമ്പലത്തിലേക്കൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പറശ്ശിനിക്കടവ്, പാപ്പിനിശ്ശേരി, കേളകം, ഇളയാവൂർ ഒക്കെ അതിന്റെ പരിസരമല്ലേ? അതെ 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 സാർ. അതെ 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 പറഞ്ഞോളൂ. അപ്പോ സാർ നമുക്ക് റീജിയണൽ സെന്റർ ട്രിവാൻഡ്രത്താണ് എനിക്കുള്ളത്. ഏതാണ് പ്രോഗ്രാം? എൻവയോൺമെന്റൽ സയൻസ് ആണ്. എൻവയോൺമെന്റൽ സയൻസ്. അതെ. അപ്പൊ അതിന്റെ സ്റ്റഡി സെന്റർ നമ്മളിപ്പോ എവിടെയാണ് സാർ? ഒരു കാര്യം എഴുതിയെടുത്തോളൂ. ഓൾ സ്റ്റഡി സെന്റേഴ്സ് ആർ നോട്ട് എക്സാമിനേഷൻ സെന്റർ. പണ്ട് ഇങ്ങനെ പറയാമായിരുന്നു, ഓൾ എക്സാമിനേഷൻ സെന്റേഴ്സ് ആർ സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോ ഇഗ്നോ പരീക്ഷ നടത്താൻ സാഹചര്യമില്ലാത്തത് കൊണ്ടും നിയമപരമായിട്ട് സ്റ്റഡി സെന്റർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും സ്റ്റഡി സെന്റർ അല്ലാത്ത ചില സ്ഥാപനങ്ങളിൽ പോയി കെഞ്ചി കയ്യും കാലും പിടിച്ചിട്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ അങ്ങനെ ഒരു സ്റ്റഡി സെന്റർ ഇല്ല, ഒരു എക്സാം സെന്റർ ഉണ്ട്. തൃശ്ശൂരിൽ അങ്ങനെ എക്സാം സെന്റർ ഉണ്ട്. കേരളത്തിൽ മുക്കിലും മൂലയിലും ഇനി എക്സാം സെന്റേഴ്സ് വരും. പ്രത്യേകിച്ച് നമ്മളുടെ കേന്ദ്രീയ വിദ്യാലയം എല്ലാം എക്സാമിനേഷൻ സെന്റർ ആക്കി വരാനുള്ള ഒരു പുതിയ ഓർഡിനൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും സ്റ്റഡി സെന്റർ അല്ല, പക്ഷെ നമുക്ക് പോയി പരീക്ഷ എഴുതിയിട്ട് വരാം. IIT-കളിലെല്ലാം നമ്മൾ പോയി നെറ്റും സെറ്റൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത് പോലെ. ഓക്കെ, അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ ശരത്? സാർ നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്ററൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഇൻഡക്ഷൻ മീറ്റിംഗിൽ ഔദ്യോഗികമായിട്ട് ഇഗ്നോ തരും. അതിനു മുമ്പേ ഞാനിപ്പോ കല്ലെറിഞ്ഞ് നിങ്ങളാകുന്ന വെള്ളരിപ്രാവുകളെ പറത്തുകയാണ്. ഓക്കെ, അതിനു മുമ്പേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു. സബൂർ കറോ എല്ലാം വരും. സാർ പിന്നെ നമ്മളെ പ്രാക്ടിക്കൽ ആണോ അതോ പിന്നെ അസൈൻമെന്റ് ഉണ്ടോ? ഇത് ഈ ചോദ്യമാണ് ഞാൻ പ്രോഗ്രാം ഗൈഡ് വായിക്കണം എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, നന്നായി മനസ്സിലാക്കി വെക്കുക. പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ പിന്നീട്. ഇപ്പോഴേ നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റിന്റെ കളർ എങ്ങനെയാന്നുള്ള ലെവലിൽ ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ച സാർ എന്തിനാ എന്നെ കളിയാക്കുന്നതെന്ന് ചോദിച്ചതിന് തുല്യമല്ലേ? അതൊക്കെ നമുക്ക് പിന്നീട് ക്ലാസ്സുകൾ തുടങ്ങട്ടെ. എല്ലാം അധ്യാപകർ പറയും. ക്യൂരിയോസിറ്റി ഈസ് ഗുഡ്, നല്ലതാണ്. യെസ്, അടുത്ത ഒരാൾ. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാൾ. പറഞ്ഞു. ഞാൻ ഷീജ. ഷീജ പറഞ്ഞോളൂ. സാറിന് പേഴ്സണല് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ MA-ക്ക് വേണ്ടിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോ ഇതിന്റെ എക്സാം നമ്മളിപ്പോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണോ? എനിക്ക് നെറ്റും കൂടെ എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് പ്രത്യേകം പറയുക. പരീക്ഷ എപ്പോ എഴുതണം എന്ന് തീരുമാനിക്കേണ്ട പരമാധികാരി യൂണിവേഴ്സിറ്റി എല്ലാം നിങ്ങളാണ്, എല്ലാ സ്റ്റുഡന്റുമാണ്. പക്ഷേ ഫസ്റ്റ് പറയൂ, പറഞ്ഞു വന്നത് പറയൂ. ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഏത് മാസത്തിലായിരിക്കും നടക്കുക? അത് യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ അധിക പ്രസംഗം പറയില്ല. അതാണ് എന്റെ ശൈലി. അത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. നോർമലി ഞാൻ 3 മാസത്തിന് മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, 9ാമത്തെ മാസത്തിൽ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനിപ്പോഴാണ് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 9ാമത്തെ മാസത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം, അസൈൻമെന്റ് എഴുതുന്നത് സമർപ്പിക്കണം, അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതണോ എഴുതണ്ടയോ അത് നിങ്ങളുടെ കാര്യം. അതിനുശേഷമാണ് നമ്മൾ എക്സാം എഴുതുക ആയിരിക്കണമല്ലോ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. കാരണം നിങ്ങൾക്കൊരു റോളുണ്ട്. എല്ലാം മുബാറക്ക് മാഷ് പറഞ്ഞിട്ട് അത് പറ്റില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് ഒരു കൗൺസിലറുടെ ഡ്യൂട്ടി. 1, 2, 3, 4, 5 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചു തരികയാണ് ഒരു കൗൺസിലറുടെ ഡ്യൂട്ടി. ഇഗ്നോയിലെ അധ്യാപകനല്ല, കൗൺസിലറാണ്, അക്കാഡമിക് കൗൺസിലറാണ്. 5 എണ്ണം 10 എണ്ണം നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ തന്നിട്ട് ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അധികാരവും തന്നിട്ട് സാറേ ഒന്ന് എടുത്തതാ, സാറേ പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ക്ലിയർ?
ക്ലിയർ. ഓക്കെ, അടുത്ത ഒരാൾ. സാർ അതല്ല, ഞങ്ങള് ചില തിരക്കുകളിലൊക്കെ പെട്ടു. ഞങ്ങൾക്കൊക്കെ നല്ല തിരക്കാണ് മിസ്. സമയത്ത് അസൈൻമെന്റുകളൊക്കെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അതാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? 9ാമത്തെ മാസത്തിൽ അസൈൻമെന്റ് വെക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അഡ്മിഷൻ എടുത്തോ? അഡ്മിഷൻ എടുത്തു സാർ. അഡ്മിഷൻ എടുത്തത് എപ്പോഴാണ്? ഏത് മാസമാണ്? അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പൊ 2 മാസത്തോളായി. 2 മാസമായത്. നിങ്ങളുടെ ബാച്ചിന്റെ പേരെന്ത്? ബാച്ച് നെയിം? അതാണ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഉദാഹരണം എടുക്കുന്നത്. ചോദിക്കുമ്പോ ഞാൻ പലപ്പോഴും പറയാം, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഇപ്പൊ ഉത്തരം തരില്ല, മീറ്റിംഗിൽ വരുമോ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? എന്റെ ഒരു ശബ്ദം നീ ഒന്ന് சொன்ன 100 தடவை சொன்ன மாதிரி അവർ சொல்லியிருക്കാറല്ലേ. അതുപോലെ ഇവിടെ ഒന്ന് പറഞ്ഞാൽ അതിന് ആയിരക്കണക്കിന് ആളുകൾ അത് കേട്ടോളും. അപ്പൊ അത് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അസൈൻമെന്റ് എഴുതി വെക്കേണ്ട സമയത്ത് അസൈൻമെന്റ് കൃത്യമായിട്ട് വെക്കണം. അത് വച്ചതിന് ശേഷം മാറിക്കൊണ്ടേയിരിക്കും. ഓരോ കൊല്ലവും അസൈൻമെന്റ് മാറിക്കൊണ്ടേയിരിക്കും. അതിനാണ് നേരത്തെ അസൈൻമെന്റിന്റെ മാർക്ക് വാങ്ങിച്ചു വെക്കുക എന്ന് പറയുന്നത്. പരീക്ഷ എപ്പോഴെങ്കിലും എഴുതിക്കോ. ഒരിക്കലും തോറ്റ സർട്ടിഫിക്കറ്റ് ഇഗ്നോ തരില്ല. ആബ്സെന്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇഗ്നോ തരില്ല. പരീക്ഷ എഴുതി കംപ്ലീറ്റ് ആയാലേ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ. ഇൻകംപ്ലീറ്റ് അൺകംപ്ലീറ്റ് എന്നൊന്നും ഇല്ല ഇഗ്നോയ്ക്ക്. കംപ്ലീറ്റ് ആയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ. ക്ലിയർ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്? സർ, നമ്മള് ഫസ്റ്റ് ഇയറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷൻ മെയിൽ വരുന്നത് പോലെ രജിസ്റ്റർ ചെയ്യുമ്പോഴും വരും. സെക്കൻഡ് ഇയറിൽ വരില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഇയറിൽ വരില്ല, തേർഡ് ഇയറിൽ വരില്ല. അതന്നെ വരില്ല എന്ന് പറഞ്ഞ പിന്നെ സാറേ ഫസ്റ്റ് ഇയർ വന്നല്ലോ, എന്താ സെക്കൻഡ് ഇയർ വരുന്നില്ല എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളെയും നിങ്ങൾക്ക് ഇഗ്നോയെയും വിശ്വാസമാണ്. വിശ്വാസം ഇല്ലാത്തത് മുബാറക്ക് ഭാഷയിലെ മാത്രമാണ്. ഓക്കെ 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 ഓക്കെ, ശരി ശരി. അടുത്തതൊരാൾ, അടുത്ത ചോദ്യം. നിങ്ങൾ ഇതിനു മുമ്പ് ഏത് കോഴ്സാ ചെയ്തത്? സനോജ്? BSc ഏതാ? കെമിസ്ട്രി. BSc കെമിസ്ട്രിയുടെ ലാബ് എവിടെയായിരുന്നു? അതേപോലെ നിങ്ങളിപ്പോ ഒരു കോളേജ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? കിട്ടിയിട്ടില്ല. അപ്ലിക്കേഷൻ ഫോം അഡ്മിഷൻ എടുത്തിട്ട് കിട്ടിയില്ലേ? അപ്ലിക്കേഷൻ ഫോം കിട്ടിയോ? കേരള കോളേജാണോ സാറേ? നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം കിട്ടിയോ? അഡ്മിഷൻ എടുത്തിട്ട് കിട്ടിയിട്ടില്ല? വെയിറ്റ് ചെയ്യൂ കേട്ടോ, കിട്ടും. അതിൽ നന്നായി വായിക്കണം. കിട്ടുന്ന അപ്ലിക്കേഷൻ ഫോം നന്നായി വായിക്കണം. അതിൽ സ്റ്റഡി സെന്റർ ആണ് കോളേജ്. പറഞ്ഞോളൂ മുഫസ്സിറ. സെമസ്റ്റർ വൈസ് എക്സാം എഴുതിക്കൂടെ? അതെ, സെമസ്റ്റർ വൈസ് ആണ് എക്സാം. ഇയർ വൈസ് ഇല്ല? ഇയർ വൈസ് അല്ല. അഡ്മിഷൻ എടുത്തോ? എടുത്തിട്ടുണ്ട്. അതില് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് അതിൽ കണ്ടില്ലേ? അത് ഇയർ ബേസിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. എഴുതുന്നത് എങ്ങനെ വേണമെങ്കിലും എഴുതാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം എഴുതാം. പക്ഷെ 4ാമത്തെ കൊല്ലത്തിൽ എഴുതണമെന്ന് വിചാരിച്ചാൽ അതാണ് നേരത്തെ ഒരു ടീച്ചർക്ക്, ഹിന്ദി ടീച്ചറുടെ കാര്യം പകുതിയിൽ ഞാൻ ഇട്ടിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു. ആ ടീച്ചർ എല്ലാം ചെയ്തു. മുമ്പുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്തു. മുബാറക്ക് മാഷിലൂടെ വന്ന് അഡ്മിഷൻ എടുത്തതല്ല കേട്ടോ, അത് വേറെ വിഷയം. അവർ ചെയ്ത ഒരു കോഴ്സിൽ ഒരു അക്ഷയക്കാരൻ അറിയാതെ അവർക്ക് വേറെ ഒരു കോഴ്സ് എടുത്തു കൊടുത്തു.
അക്ഷയക്കാരനും അറിയുന്നില്ല, ഇവരും അറിയുന്നില്ല. ഇപ്പൊ വേറെ ഒരു മേഡം എന്നെ വിളിച്ചിട്ട് വേറെ ഒരു കോഴ്സ് എടുത്തു കൊടുത്തു. ആ കോഴ്സ് എവിടെയും ഇല്ല സാർ, ഞാൻ ഇനി ആ ബുക്ക് പോലും ഇഗ്നോ തരുക എന്നാണ് ചോദ്യം. ചുരുക്കത്തില് അങ്ങനെയുള്ള റയർ ആൻഡ് റയർ സംഗതികൾ എടുത്താൽ നമുക്ക് ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടില്ല, സ്റ്റഡി മെറ്റീരിയൽ കിട്ടില്ല. എന്നിട്ട് അവസാനം അവർ പോലും അറിഞ്ഞിട്ടില്ല അതിന്റെ അകത്ത് ഒരു പ്രാക്ടിക്കലിന്റെ ഒരു പ്രോജക്റ്റ് വെക്കേണ്ടത് എന്ന്. അവര് ഗ്രേഡ് കാർഡ് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഈ സബ്ജക്ട് പാസ്സായി, ഈ സബ്ജക്ട് പാസ്സായി, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു, അവർക്ക് പ്രൊമോഷൻ ആകണം. തൊട്ട് ബാക്കിൽ വേറെ ഇയാളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവരുടെ തൊട്ട് താഴെയുള്ള ആൾക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ആൾക്ക് പ്രൊമോഷൻ കൊടുക്കണം. അപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ദീപം തെളിച്ച് പ്രാർത്ഥിച്ചിട്ട് നല്ലതുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോ ചിലത് നമുക്ക് വേണ്ടി അവന് നല്ലതുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ ലോകത്തുണ്ട്. സ്വന്തം പ്ലേറ്റിൽ നോക്കാതെ അന്യന്റെ പ്ലേറ്റ് നോക്കിയിട്ട് വാരി വലിച്ച് കയറ്റുന്നവരുണ്ട്. അങ്ങനെ ഉള്ളപ്പോ അവർക്ക് പറ്റുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കുള്ള പാര. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് വിവരാവകാശ രേഖയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ പലതും നമുക്കൊട്ട് പാര തരും. അവസാനം ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് വന്നില്ല. എന്നിട്ട് ആ കുട്ടി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? കോഴ്സ് പീരീഡ് കഴിഞ്ഞിട്ട് എന്താണ് ബാക്കി? ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വച്ചില്ല, അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രയൊക്കെ ചെയ്തുള്ളൂ, അതിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പണ്ട് രേവതി പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റ് വച്ചില്ല, കൊല്ലം കഴിഞ്ഞു. ഇനി ആ കുട്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമോ? സംഭവം ടീച്ചറാണ് ചെയ്യേണ്ടത്. 4 കാര്യം അവർ ചെയ്യണം. ഇതിന്റെ അകത്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ ഉള്ളവരെല്ലാവരും എന്നെ ഡെയിലി ഒരു 10 പേരെങ്കിലും തെറി പറയാറുണ്ട്. ഇയാൾക്ക് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിക്കുന്നത്? എനിക്ക് അഡ്മിഷൻ അല്ല വേണ്ടത്, എനിക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തരലാണ് വേണ്ടത് പറയുന്നതാണ് ഓരോരുത്തർ മണ്ടത്തരം. എനിക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തരൂ, എനിക്ക് അഡ്മിഷൻ വേണ്ട. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് വേണം, അവിടെ ഒരു അക്കൗണ്ട് വേണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കോർ, ആ സ്കോറിൽ പഠന ഭാരം, അത്രയും സമയം, ആ സമയത്തെയാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എഴുതിയെടുത്തോളൂ. 1 ക്രെഡിറ്റ് ഈക്വൽസ്, എഴുതിയെടുത്തോളൂ. 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours, HOURS, 30 hours educational activities. Reading, writing, seeing, hearing, looking, watching, etc. etc. എന്ത് ആരില്ലെങ്കിലല്ല, പഠനവുമായി ബന്ധപ്പെട്ട ഇഗ്നോയുടെ പുസ്തകം, റെഫറൻസ് മെറ്റീരിയൽ, ക്ലാസ്, കൗൺസിലിംഗ് ക്ലാസ്, എം നോട്ട്സിലെ വീഡിയോ, ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ഗ്യാൻ ഘോഷ്, ഇഗ്നോയിലെ ബുക്ക് എല്ലാം ഉൾപ്പെടെ ഇതെല്ലാം ചെയ്യുന്നത്, അതിൽ അധ്യാപകന്റെ ക്ലാസ് എല്ലാം ഉൾപ്പെടെ 30 മണിക്കൂർ ഒരു ക്രെഡിറ്റ്. അപ്പൊ മുഫസ്സിറ നസ്രീൻ 8 ക്രെഡിറ്റ് ആണ് ഒരു പേപ്പർ അല്ലേ? അതോ 6 ക്രെഡിറ്റോ? 8 ക്രെഡിറ്റ്. 8 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പഠന പ്രവർത്തനം 240 മണിക്കൂർ ചെയ്താൽ അന്തസ്സോടുകൂടി ആ പേപ്പർ ചെയ്യാം. ചിലരുടെ കപ്പാസിറ്റി അനുസരിച്ച് 240 മണിക്കൂറിന് ചിലപ്പോൾ 420 മണിക്കൂർ ആക്കിയിട്ടും 4200 മണിക്കൂറൊക്കെ ആക്കിയിട്ട് ചിലരുടെ കപ്പാസിറ്റി അനുസരിച്ച് പോകും. ഈ ജീവിതം തന്നെ ആമയും മുയലും തമ്മിലുള്ള കളിയാണ്. അപ്പൊ നിയമപരമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു രൂപത്തിലാണ് അവർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്. അതും തെറ്റാ. ഓക്കെ, ശരിക്കും ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂർ, ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ പഠന പ്രവർത്തനം, എഡ്യൂക്കേഷണൽ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഒരു ഇത്രയും സംഭവം. അപ്പൊ അത് ഭംഗിയായിട്ട് നടക്കണം. അപ്പൊ 8 ക്രെഡിറ്റ് ഇത്രയും ചെയ്താൽ ഞാൻ ഇന്നത്. ഇനി മറ്റൊരു സംഗതി, 4 ക്രെഡിറ്റ് സമം 5 സെഷൻ ക്ലാസ്. ഓഫ്ലൈനിൽ ക്ലാസ്സുകൾ തരുന്നുണ്ട് ട്ടോ ഇഗ്നോ, പക്ഷെ തരുന്നില്ല ട്ടോ ഇഗ്നോ. രണ്ടും ഞാൻ തന്നെയാ പറയുന്നത്.
തരുന്നുണ്ട്. എല്ലാം സൈറ്റിലുണ്ട്, ഗ്യാൻ ഘോഷിലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്, ഇഗ്നോയിലെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ചിലപ്പോൾ ക്ലാസ്സുകൾ തരുന്നുണ്ട്. അപ്പോ 4 ക്രെഡിറ്റ് ഈക്വൽസ് 5 സെഷൻ. 5 സെഷൻ നടക്കണം. 1 സെഷൻ ഈക്വൽസ് 2 hours. 2 മണിക്കൂർ. 1 സെഷൻ ഈക്വൽസ് 2 hours. അപ്പൊ 4 ക്രെഡിറ്റിന് 10 മണിക്കൂർ ക്ലാസ് കിട്ടും. അവിടെ കോണ്ടാക്ട് ക്ലാസ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ക്ലാസ് ആണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് അധ്യാപകൻ ഇങ്ങനെ ഇരുന്നിട്ട് സ്വന്തം അറിവിനെ ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് പകർത്തി തരിക എന്നല്ല. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താ? ഞാൻ എന്റെ കയ്യിലുള്ള സാധനം മുഴുവനും നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണോ? ആണോ? വ്യക്തമായ ധാരണയുള്ള ഒരാൾ, റോട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരാളല്ല. വ്യക്തമായ ധാരണയുള്ള ആൾ എന്തിനും തയ്യാറായി ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മുമ്പിൽ വന്ന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സരളമായ ഉത്തരം കൊടുക്കുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ് ക്ലാസ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പ്രാക്ടിക്കൽ ക്ലാസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ കൃത്യമായി യൂണിവേഴ്സൽ ട്രൂത്ത്, സ്വീകൃത തത്വങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ, പ്രിൻസിപ്പിൾസ്, നോട്ട് പ്രിൻസിപ്പാൾസ്, പ്രിൻസിപ്പിൾസ്, സ്വീകൃത തത്വങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കി ചില എയിമോടുകൂടി, ചില പ്രൊസീജിയേഴ്സോടുകൂടി, ചില രീതിയിൽ ചില സംഗതികൾ ചെയ്ത് തീർത്ത് അവസാന റിസൾട്ടിലേക്ക് എത്തിയിട്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് പ്രാക്ടിക്കൽസ്. ആ പ്രാക്ടിക്കലിന് ഒരു ചിട്ടവട്ടയുണ്ട്. അത് തരേണ്ടത് സ്റ്റഡി സെന്റർ ആണ്, അത് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്റർ ആണ്, മാർക്ക് തരേണ്ടത് റീജിയണൽ സെന്റർ ആണ്, വൈവാവോസി നടത്തേണ്ടത് റീജിയണൽ സെന്റർ ആണ്, എല്ലാം കൂടി മാർക്ക് അവസാനം തരേണ്ടത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, നമ്മുടെ സർട്ടിഫിക്കറ്റിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അപ്പൊ 8 ക്രെഡിറ്റ് സമം 10 ക്ലാസ്. 8 ക്രെഡിറ്റ് സമം 10 ക്ലാസ്. അങ്ങനെ 8 64 640 മണിക്കൂർ ക്ലാസുകൾ ഒരു CBCS ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഒരു കുട്ടിക്ക് ഒരു കൊല്ലത്തിൽ കിട്ടണം. 8 പേപ്പർ. സെക്കൻഡ് ഇയറിൽ 10 പേപ്പർ. ഒരു MA ഹിസ്റ്ററിക്ക്, അല്ലെങ്കിൽ 8 പേപ്പറുള്ള MSc CFT, 7 പേപ്പറുള്ള MA സൈക്കോളജി. ക്രെഡിറ്റുകൾ വ്യത്യസ്തമാണ്. ആദ്യത്തെ 6 പേപ്പറിന് ഭംഗിയായിട്ട് 8 ക്രെഡിറ്റ് വീതം. MSc CFTന് 4 ക്രെഡിറ്റ് ഉള്ള പ്രാക്ടിക്കൽക്കൊക്കെ വേറെയാണ്. അപ്പൊ ഇതെല്ലാം വലിയ കോഴ്സുകളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ നിർബന്ധമായും സെൽഫായി ചുരുങ്ങി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രോജക്റ്റ് ഗൈഡില്, റിസർച്ച് അനാലിസിസില്, അതിലൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഈ റെഫറൻസ് മെറ്റീരിയൽ സഹായിക്കും. ബി ലിസ്റ്റിലെ കുട്ടി ഇതിന്റെ അകത്തുണ്ടോ? ബി ലിസ്റ്റില് ഇതിന്റെ അകത്തുണ്ടോ? ഓക്കെ. അപ്പൊ ഇന്റേൺഷിപ്പ് എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരാഴ്ചയായിട്ട് എന്നോട് വഴക്ക് കൂടിക്കൊണ്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ്, യെസ്. അപ്പൊ ഇന്റേൺഷിപ്പ് എങ്ങനെയാണ്? ഇന്റേൺഷിപ്പിനെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്റേൺഷിപ്പിന്റെ മാനുവൽ നിർബന്ധമായും വായിച്ചിരിക്കണം. അത് വായിച്ച് മനസ്സിലാക്കിയാലേ നിങ്ങൾ ഒരു ലൈബ്രറിയൻ ആകാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. അത് വായിക്കുന്ന ആ സമയം ക്രെഡിറ്റിന്റെ പഠന ലേണിംഗ് പ്രോസസ്സിന്റെ അകത്ത് ഉൾപ്പെടും എന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായി 1 മണിക്കൂർ 42 മിനിറ്റ് 40 സെക്കൻഡ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ഇത് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിച്ചാലേ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ കോൺഫറൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നാളെയും ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അത് വൈകിട്ട് 7:30 മുതൽ 9:30 വരെയാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ കൃത്യമായി 8 പേരുടെ സംശയങ്ങളെ ദൂരീകരിച്ചിട്ടുള്ളൂ. ഞാൻ എഴുതി വെച്ചത് മുഴുവനും ഒന്നും പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപാട് സംഗതികൾ ഇനിയുമുണ്ട്. നാളെയും നിങ്ങൾക്ക് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ഒരു തടസ്സവുമില്ല. ഇന്നുള്ളവർക്ക് തന്നെ നാളെയും ഞാൻ അനുവാദം തരുന്നുണ്ട്. വരുന്നവർക്കെല്ലാം ഞാൻ അനുവാദം തരുന്നുണ്ട്. ഒരാൾക്കും ഇല്ല എന്ന് പറയുന്നത് എന്റെ മുമ്പിൽ ഇല്ല. ഇനി സുപ്രധാനമായ
ചില കാര്യങ്ങൾ പറഞ്ഞ് 3 മിനിറ്റിൽ ഞാൻ എന്റെ കാര്യം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം വെലിഡിക്ടറി നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. ഒന്ന്, എല്ലാവരും നിർബന്ധമായും ഒരു അഡീഷണൽ കോഴ്സ് ചെയ്യുക. എന്താ മാഷേ പരിപാടി ഒപ്പിക്കുന്നത്? യെസ്, ഒരു MSc CFT ചെയ്യുന്ന ആൾ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് ഇൻ ഗൈഡൻസ് എന്നുള്ള ഒരു 6 മാസത്തെ കോഴ്സ് ചെയ്യൂ. ഒരു MAPC ചെയ്യുന്ന ആൾ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വേറെ ഒരു കോഴ്സ് ചെയ്യൂ. 1 or 2 സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യൂ. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഇന്ന് ജോലിയിലാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ ഒരു വിശ്വംഭരൻ എന്റെ അടുത്ത് നമ്മുടെ ഭരതനാട്യത്തിനോ വോക്കൽ നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിനും അതുപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്റെ ഒരു കോഴ്സ്, BA ഹിന്ദുസ്ഥാനി മ്യൂസിക്, അതിനോടൊപ്പം 4 കോഴ്സ്, അങ്ങനെ മൊത്തം ഒരേ സമയത്ത് ഈ 3 കൊല്ലത്തിനുള്ളിൽ 2 കൊല്ലമേ ആയിട്ടുള്ളൂ 4 കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുകയും BA മ്യൂസിക് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ഇപ്പൊ ഇഗ്നോയിലെ ഫാക്കൽറ്റി ആയി സ്വന്തമായിട്ട് ഒരു സ്ഥാപനവും നടത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാർ പലരും യോഗ ക്ലാസ്സുകൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇൻ യോഗ, പ്രത്യേകിച്ച് MA സൈക്കോളജി, MSc CFT, MSW സ്റ്റുഡൻസ് ഒക്കെ യോഗ ക്ലാസ്സുകൾ ചെയ്യൂ. ഇതിൽ അതിഗംഭീരമായിട്ട് ഒരു MBA കുട്ടി, MBA ചെയ്യുന്ന ആൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്നു. CKL. ആ കുട്ടി പണ്ടെങ്കിൽ ഞാൻ ഒന്ന് പൂച്ചണ്ട് തന്നു എന്ന് വിചാരിക്കുക. ഒരു കൊറിയൻ ലാംഗ്വേജ്, ഒരു ജപ്പാനീസ് ലാംഗ്വേജ്, ഒരു ഫ്രഞ്ച് ലാംഗ്വേജ്, അങ്ങനെ. ഇതില് ഏറ്റവും രസം ഇവിടുത്തെ MSW ഒഴിവാക്കിയിട്ട് കാനഡയിൽ പോയിട്ട് MSW പഠിക്കാൻ വേണ്ടി 40 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് പോയി പഠിക്കുന്നവര് എന്റെ കുടുംബത്തിലുണ്ട് കേട്ടോ. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ പഠിക്കുന്ന MSW 1 കൊല്ലമാണ്. 1 കൊല്ലം. എത്ര ഫണ്ട്? 40 ലക്ഷം രൂപ എഡ്യൂക്കേഷണൽ ലോൺ. ഓക്കെ, എഡ്യൂക്കേഷണൽ ലോൺ. വടക്കഞ്ചേരി ടൗണിലെ ഒരു പരസ്യം കണ്ടു. 18ാമത്തെ വയസ്സിൽ 18,000 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ഓരോ മാസവും 10,000 രൂപ വെച്ച് നിങ്ങൾ അടച്ചാൽ മതി. 10 കൊല്ലം ഓരോ മാസവും 10,000 രൂപ വെച്ച് ആ കുട്ടി എത്ര അടച്ചു കൊടുക്കണം? അപ്പൊ ഈ കാണാക്കെണികളിൽ ഇങ്ങനെ ഉള്ളതിന് 1 കൊല്ലത്തെ MSW കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ആ കുട്ടിക്ക് നമ്മുടെ നാട്ടിലെ ജോലി കിട്ടുമോ? ആ കുട്ടിയുടെ 40 ലക്ഷവും പോയി, ഈ പുരുഷായുസ് മുഴുവനും പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ അഹങ്കാരികളൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്. സ്വയം എന്തൊക്കെയോ ആയി തീർന്നു എന്ന് വിശ്വസിക്കുന്നവർ. പക്ഷെ കഞ്ഞി കൊണ്ട്, അമ്മയുടെ സ്നേഹം കൊണ്ട് ഇവിടെ വളരെ മനോഹരമായി എത്തിയിട്ട് IAS പോയിട്ടുള്ള ഇഗ്നോ സ്റ്റുഡൻസ് നമ്മുടെ മുമ്പിൽ പച്ച വെളിച്ചം പോലെ ഉണ്ട്. അപ്പൊ ഒരു കോഴ്സ്, ഒരു ഡിഗ്രി വേണമെങ്കിൽ ചെയ്യാം. ഒരു PG ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി ചെയ്യാം, ഒരു PG ചെയ്യുമ്പോൾ മറ്റൊരു PG ചെയ്യാം, ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ മറ്റൊരു ഡിഗ്രി ചെയ്യാം, ഒരു ഡിപ്ലോമ ചെയ്യാം, ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യാം. ഒരാൾ നിർബന്ധമായും ഓരോ സെമസ്റ്ററിൽ, അങ്ങനെ ഒരു 3 സെമസ്റ്ററിൽ ഓരോ കോഴ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ ഏതെങ്കിലും ഒരു 6 മാസത്തെ കോഴ്സായിരിക്കും ഇക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക. എങ്ങനെയാണ് ഒരു അഡീഷണൽ കോഴ്സ് എടുത്താൽ നിങ്ങളെ ഇപ്പൊ മൊത്തം ഈ പരിപാടിയില് 60 പേര് പങ്കെടുക്കുന്നു എന്ന് കരുതുക. 60 പേരും ഡിഗ്രിയാണ് പഠിക്കുന്നത് എന്ന് കരുതുക. എല്ലാവരും BA ഇംഗ്ലീഷ് പഠിച്ച് MA ഇംഗ്ലീഷ് എടുത്തതാണ് ഈ 60 പേര്. അപ്പുറത്തെ വിക്ടോറിയ കോളേജിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂവിന്, ഇംഗ്ലീഷ് ലെക്ചറർ പോസ്റ്റിന് നമ്മൾ 60 പേരും ഇന്റർവ്യൂവിന് പോകുന്നു. ഇന്റർവ്യൂ ബോഡിയിലുള്ള ഇന്റർവ്യൂയിയോട് ചോദിക്കും, ഇന്റർവ്യൂവിനോട് ചോദിക്കും, എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, എല്ലാവർക്കും 60 മാർക്ക് 60 മാർക്ക് 60 മാർക്ക്, ഈ 60 പേർക്കും 60 മാർക്ക് 60 മാർക്ക് 60 മാർക്ക്. ഇന്റർവ്യൂവർ ഒരാൾ ചോദിക്കും, വേറെ എന്തെങ്കിലും ഉണ്ടോ? Sir, I completed my certificate in functional English. Oh, certificate in functional English. Wow. Sir, I completed a diploma in creative writing in English. Sir, I completed Australian English. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരുമ്പോ അതിന് 10 മാർക്ക് എക്സ്ട്രാ. 2 ഉണ്ട്, 20 മാർക്ക് എക്സ്ട്രാ. അങ്ങനെ ഒരു 5 പേരുണ്ട്. ആർക്കാ ജോലി കിട്ടുക? എല്ലാവർക്കും 60 മാർക്ക്. ചിലർക്ക്
അവർക്ക് ഒരു കോഴ്സ് അഡീഷണൽ ചെയ്തവർക്ക് 10 മാർക്ക്, 2 കോഴ്സ് അഡീഷണൽ ചെയ്തവർക്ക് 20 മാർക്ക്. അപ്പൊ അവരാണ് റാങ്ക് ലിസ്റ്റിൽ 80 മാർക്ക്, അവരാണ് റാങ്കിൽ 1. അല്ലാണ്ട് നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സ്പ്രേ അത് നോക്കിയിട്ടൊന്നും ആരും ഈ കാലഘട്ടത്തിൽ 5 PhD ഉള്ളവർ ജോലി ഇല്ലാതിരിക്കുന്ന കേരളക്കരയിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അഡീഷണൽ ഒരു കോഴ്സ് ഇത് ചെയ്യുമ്പോൾ ഇഗ്നോയ്ക്ക് കാശ് കിട്ടും, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം ഒഴിവാക്കിയിട്ട് ഇഗ്നോയ്ക്ക് കാശ് കിട്ടും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വരട്ട് ന്യായം ഉദ്ധരിക്കരുത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിർബന്ധമായും നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഒരു അഭിനന്ദന കത്ത് അയക്കുക. ഓരോരുത്തരും ഒരു 10 പേർക്കെങ്കിലും ഈ മെസ്സേജുകൾ, സന്ദേശങ്ങൾ എത്തിക്കുക. മുബാറക് മാഷ് എന്ന് പറയുന്ന ഒരു വൃദ്ധൻ ഇവിടെ ഉണ്ട്. അയാൾ വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു തരുന്നുണ്ട്. അയാൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, പക്ഷെ ആൾ ഒരിത്തിരി ഇങ്ങനെയാണ്, അപ്പൊ ആ ഒരു ലൈറ്റായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ലെവലിലേക്ക് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. വളരെ നല്ല ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ജീവിത ഉന്നമനത്തിന് വേണ്ടിയാണ്, വിദ്യാസമുന്നതിക്ക് വേണ്ടിയാണ്, മാനസികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, കുടുംബപരമായ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു 2 പേർക്ക്, ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 2 പേര് നിങ്ങളുടെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്ത്? മുബാറക് മാഷ് കുറെ ഗൂഗിൾ ഫോം അയച്ചു തന്നു, എന്നിട്ട് പങ്കെടുക്ക് എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയത് എന്ത്? ഞാൻ ഉദ്ദേശിച്ച് വന്നത് എന്ത്? എനിക്ക് കിട്ടിയത് എന്ത്? ഇനി എനിക്ക് എന്തൊക്കെയാണ് കിട്ടാനുള്ളത്? അയാൾ ഒരുപാട് കത്തിയടിച്ച് തന്നെ നശിപ്പിച്ചോ എന്നൊക്കെ ഉള്ള കുറെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ എന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു. യെസ്, ആരാണ് 2 പേർ? യെസ്, myself Alina Joy. Yes. ഈ മീറ്റിൽ കയറുമ്പോ ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ മീറ്റിൽ കയറിയത്. സോ ഇപ്പോ ഓൾമോസ്റ്റ് ഡൗട്ട്സ് ക്ലിയർ ആണ്. ആൻഡ് ഇതൊരു മിക്സഡ് മീറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്റെ സബ്ജക്ട് ഫോക്കസ് ചെയ്ത് കറക്റ്റായി മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒത്തിരി കുട്ടികൾ സെയിം കോഴ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ബെറ്റർ നോളജ് കിട്ടി. സത്യമായിട്ടും ഇന്ന് വരെ കോഴ്സ് ആവട്ടെ, പഠിക്കാം എന്ന് പറഞ്ഞിരുന്നതാണ്. നാളെ തൊട്ട് പഠിച്ചു തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നു. And it was helpful and thank you. Look forward to your next meeting. Thank you. Yes, അടുത്ത ഒരാൾ. ഹലോ, പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു പിക്ചറൈസേഷൻ, ഒന്ന് വീഡിയോ ഒന്ന് മുഖം കാണിക്കുക. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മുഖം കാണിക്കുക. ഒരു 10 സെക്കൻഡ് എല്ലാവരും ആയിട്ട് 10 സെക്കൻഡ് കേട്ടോ. ഇനിയും വരേണ്ടതുണ്ട്. യെസ്, ഇനിയും വരേണ്ടതുണ്ട്. എല്ലാവരും ഒരു 10 സെക്കൻഡ്. യെസ്, ഒന്ന് വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് വരണം. ഒരു 10 സെക്കൻഡ്. യെസ്, ഒരു 10 സെക്കൻഡ് എല്ലാവരും. ഇനിയുണ്ട്. അഞ്ജു, സപ്പോസ്, നീതു, അമ്പിളി വന്നവരും ഇങ്ങനെ പോയാൽ എല്ലാവരും ഒന്ന് സ്റ്റിൽ നിൽക്കണം. ഒന്നിച്ച് എനിക്ക് എല്ലാവരും ഒന്ന് കിട്ടണം. ഞാൻ പറയാം, അപ്പൊ ഒന്ന് ഓഫ് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ഒരു 10 സെക്കൻഡ് എല്ലാവരും ഒന്ന് വരണം. ആദിത്യ CS, രജിത, ജ്യോതിഷ് ബാബു, റോണി പോൾ, ആസ്മിന, നിവ്യ ആൽബിൻ, ഹിമ ആർ, സരിൻ കുമാർ, ജിഷ, അഫീഫ, ഒരു 10 സെക്കൻഡ്. യെസ്, അനിൽ കുമാർ ജി. ഓക്കെ, ഒരു 10 സെക്കൻഡ്. യെസ്, റോണി പോൾ, ലാസർ, MAPC. യെസ്, MAPC അല്ലേ റോണി മിസ്? അല്ലെ MSc CFT ആണോ? MSc CFT. ഓക്കെ. അങ്ങനെ തന്നെ ഇരുന്നോളൂ. മറ്റാരും ഇല്ല. റോണി മിസ് ഒരു വാക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയണം, ഞങ്ങൾക്ക് കേൾക്കണം. യെസ്,
ഒന്ന് അൺമ്യൂട്ട് ആക്കിക്കോളൂ. അൺമ്യൂട്ട് പ്ലീസ്. ഓക്കെ, ഞാന് BEd കഴിഞ്ഞിട്ടൊരു 10 വർഷത്തോളായി വർക്ക് ചെയ്യണമൊന്നുമില്ല. അങ്ങനെ ബൈ ചാൻസ് ആണ് നോട്ട്സിന്റെ ഒരു വീഡിയോ കാണാൻ പറ്റിയത്. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ ഈ MSc CFT കോഴ്സിനെ പറ്റി അറിയാൻ, അത് പഠിക്കണം ഒരു ആഗ്രഹം വന്നതും. സാറ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്കിത് കോഴ്സിന്റെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ചെയ്യാനായിട്ട്. ഞാൻ ആക്ച്വലി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പതുക്കെ എന്നെ പഠനം ഞാൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. സോ ഇന്നത്തെ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഈ പറഞ്ഞ ID കാർഡിലൊക്കെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ വളരെയധികം സന്തോഷം. ഇനിയും കൂടുതൽ വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് സാർ. താങ്ക്സ് അലോട്ട്. പ്രിയപ്പെട്ടവരെ, ഒരാള് ഇപ്പൊ രണ്ടാമത്തെ ഒന്ന് ഒരു നമുക്കൊരു ഒരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടി നമുക്ക് കിട്ടി. ഇനി ഒരാളും കൂടി ആരെങ്കിലും ഒരാളൊന്ന് അഭിപ്രായം പറയണം. ഷെമി ഒന്ന് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ഓക്കെ. അൺമ്യൂട്ട്. യെസ് അൺമ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. ഓക്കെ, കേൾക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, എല്ലാവരും പറ്റുകയാണെങ്കിൽ നാളത്തെ മീറ്റിംഗിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ നമുക്ക് വെക്കാം. വളരെ നന്ദിയുണ്ട്. ഇനിയിപ്പോ സന്ധ്യ നാമ എല്ലാം അതിന്റെ സമയമായി. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ യോഗം നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank you. Sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, Masha. Thank you. Thank you. Thank you. Thank you, sir. Thank you. വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു. സെയിം ലിങ്ക് നാളെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ സെയിം ലിങ്ക് തന്നെ നാളെയും? അല്ലല്ല, നാളത്തേക്ക് വേറെ തരും. ഓക്കെ. ഷുവർ. ഞാൻ ഇന്ന് അയച്ചതുപോലെ അയച്ചു തരും. ഓക്കെ, താങ്ക് യു.